നമസ്കാരം. അയോധ്യ ക്ഷേത്രക്കൊള്ളയിൽ ഉന്നതരെ രക്ഷിക്കാൻ ശ്രമമെന്ന് കോൺഗ്രസ്. SIT പിടികൂടിയിരിക്കുന്നത് ചെറുമീനുകളെ മാത്രമാണ്. കണ്ണിൽ പൊടിയിടാനുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നും KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. അതേസമയം അയോധ്യ തീർത്ഥഭൂമി ട്രസ്റ്റിനെ കൂടുതൽ കുഴപ്പത്തിലാക്കുന്ന വെളിപ്പെടുത്തലുകൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അറസ്റ്റിലായ ചിനു യാദവ് കഴിഞ്ഞ 20 വർഷമായി ചമ്പത് റായിക്കൊപ്പമുള്ള ആളാണ് എന്ന് കുടുംബം വെളിപ്പെടുത്തി. ഇന്നും ക്ഷേത്രക്കൊള്ളയാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഷിഷാബു പ്രസാദ് വലത് സഹയാത്രികൻ, ശ്രീ രാഹുൽ ഈശ്വർ ഹിന്ദു ആക്ടിവിസ്റ്റ്, അഡ്വക്കേറ്റ് A രാജേഷ് അഭിഭാഷകൻ, ശ്രീ VR അനൂപ് കോൺഗ്രസ് നേതാവ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. BJP ഈ ചർച്ചയിലേക്ക് പ്രതിനിധികളെ അയക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഷിഷാബു പ്രസാദ്, വലിയ കൊള്ളയാണ് നടന്നിട്ടുള്ളത് എന്ന് ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുണ്ട്. ആവർത്തിച്ച് 2020 മുതൽ ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം അവഗണിച്ചാണ് 2026 വരെ ഇത് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഭണ്ഡാരത്തിലെ പണം എണ്ണുന്ന ആളുകളെ മാത്രം കുറ്റക്കാരാക്കി ബലിയാടാക്കി ഈ വിഷയം ക്ലോസ് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ചെറുമീനുകൾ മാത്രം പെടുന്ന ഒരു കേസായി മാറുമോ ഇത്? അങ്ങനെ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ഇപ്പോൾ SIT അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. പ്രാഥമിക റിപ്പോർട്ട് നൽകി. അതിനുമായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, ഈ പണവുമായിട്ട് നേരിട്ട് കൈകാര്യം ചെയ്യപ്പെടുന്ന ആൾക്കാരിലേക്ക് ഇപ്പോൾ അന്വേഷണം എത്തി. അവിടെ വ്യക്തമായ അറസ്റ്റ് നടന്നു. അവരിൽ നിന്ന് കുറേയധികം പണം കണ്ടെടുത്തു. ഇത്രയുമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇപ്പോൾ SIT അന്വേഷണം തുടങ്ങിയിട്ട് ഇപ്പോൾ 2 ആഴ്ചയായിട്ടുള്ളൂ. ഇതുവരെയുള്ള ഡെവലപ്മെൻ്റാണിത്. ഇനിയും ഇതിവിടെ അവസാനിച്ചു എന്ന് ആരും പറഞ്ഞിട്ടില്ല, അവസാനിക്കുകയുമില്ല. ഇനിയും ഇത് മുമ്പോട്ട് പോയി, അന്വേഷണം മുമ്പോട്ട് പോയി. ഇനി ഇത് എത്ര വലിയ ഉന്നതനായാലും ഇത് കുടുങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാര്യം ഇത് BJPയെയും സംബന്ധിച്ചിടത്തോളം, സംഘപരിവാറിന് RSSനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. കാര്യം അയോധ്യയിലെ രാമക്ഷേത്രം എന്ന് പറയുന്നത് BJPയെയും RSSനെയും സംഘപരിവാറിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ സെന്റിമെന്റൽ ആൻഡ് സെൻസിറ്റീവ്, വളരെ അവരുടെ ആ ഒരു സംഘപരിവാറിന്റെ ഇന്ത്യയിലെ വളർച്ചയിലെ ഒരു നിർണായക ഘട്ടത്തിന്റെ ഭാഗമാണത്, ആത്മാവിന്റെ ഭാഗമാണ്. എന്നിട്ടാണോ അവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ളതാണല്ലോ ചോദ്യം. ഇപ്പൊ ചമ്പത് റായിയെ തള്ളിപ്പറയാൻ ആരാണ് തയ്യാറായിട്ടുള്ളത്? VHP ഇന്റർനാഷണൽ പ്രസിഡന്റ് അലോക് കുമാർ എന്താണ് പറഞ്ഞത്? ചമ്പത് റായിയുടെ ഇന്റഗ്രിറ്റിയിൽ ഞങ്ങൾക്ക് സംശയമില്ല എന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ആവർത്തിച്ചുറപ്പിക്കുന്നതിനിടയ്ക്ക് ഇതിന്റെ ഉത്തരവാദികളെ സംരക്ഷിച്ചുകൊണ്ടാണോ ഈ സെന്റിമെന്റൽ വാല്യൂ സംരക്ഷിക്കുന്നത്? അല്ല ഒരു ചമ്പത് റായിയുടെ ഇന്റഗ്രിറ്റിയിൽ സംശയമില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് സത്യം തന്നെയാണത്. പക്ഷേ അതിൻ്റെ അകത്ത് അതുകൊണ്ടാണ്, പക്ഷേ ആ ട്രസ്റ്റിന്റെ മേധാവി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ധാർമ്മികമായ വലിയ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്ന് രാജിവെച്ചത്. അദ്ദേഹം ഇവിടുന്ന് മോഷ്ടിച്ച് വീട്ടിൽ കൊണ്ടുപോയി എന്ന് ഇപ്പോഴും VHPയോ സംഘപരിവാറോ വിശ്വസിക്കുന്നില്ല. അല്ല, VHPയോ സംഘപരിവാറോ വിശ്വസിക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ലോ. ഇന്നിപ്പോ ചിനു യാദവിന്റെ, അദ്ദേഹത്തിന്റെ കൂടെ 20 വർഷമായി, കഴിഞ്ഞ 20 വർഷമായി ഈ ചമ്പത് റായിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളാണ്, ഡ്രൈവറായിട്ടും ഒക്കെ കൂടിയിട്ടുള്ള ആളാണ്, അറസ്റ്റിലായിട്ടുള്ള ആളാണ്. അപ്പോൾ കുടുംബം വന്ന് പറയാണ് ചമ്പത് റായിയുമായി ഉണ്ടായിരുന്ന അടുപ്പം, അദ്ദേഹത്തിന്റെ ആശ്രിതനായി, അദ്ദേഹത്തിന്റെ ജോലിക്കാരനായി കഴിഞ്ഞിരുന്ന കാലം ഒക്കെ. അപ്പോൾ ഈ പറഞ്ഞ വിശ്വ ഹിന്ദു പരിഷത്തിന് അദ്ദേഹം തെറ്റ് ചെയ്യില്ല എന്ന ബോധ്യമുണ്ടാകാം, BJPക്ക് ഉണ്ടാകാം, RSSനുണ്ടാകാം. പക്ഷേ നിയമ സംവിധാനങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകണമെന്ന് വാശി പിടിക്കാൻ കഴിയില്ല. ഇപ്പൊ നടക്കുന്ന അന്വേഷണം ഏത് തരത്തിലുള്ള അന്വേഷണമാണെന്ന പ്രശ്നമുണ്ട്. SIT അന്വേഷിക്കുന്നു, അതിന് മുകളിലുള്ള അന്വേഷണം ആവശ്യപ്പെടുന്നു. പക്ഷേ ഉത്തർപ്രദേശ് ഭരിക്കുന്നതും BJPയാണ്, രാജ്യം ഭരിക്കുന്നതും BJPയാണ്. നേതാക്കളെയൊക്കെ അല്ലെങ്കിൽ ഉന്നതരെയൊക്കെ സേഫ് ആക്കിയിട്ടല്ലേ ബാക്കിയുള്ള ആളുകളെ കൊടുക്കുള്ളൂ. അല്ല, അങ്ങനെ നിങ്ങളങ്ങ് തീരുമാനിക്കുകയാണ്. ഇനി രാജ്യത്തുള്ള പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസികളെ കൊണ്ട് മാത്രമേ അന്വേഷിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇവിടെ നിന്ന് ഇപ്പൊ സ്കോട്ട്ലൻഡ് യാർഡിനെ കൊണ്ടുവന്ന് ഇവിടെ അന്വേഷിപ്പിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇന്റർപോളിനെ കൊണ്ടുവന്ന് അന്വേഷിപ്പിക്കാനൊന്നും പറ്റില്ല. ഈ രാജ്യത്തെ നിലവിലുള്ള അന്വേഷണ ഏജൻസികളെ കൊണ്ട് മാത്രമേ അന്വേഷിപ്പിക്കാൻ കഴിയുള്ളൂ അഭിലാഷേ. അല്ലാതെ ഇനിയിപ്പോൾ ആര് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കില്ല. ഇവിടെ ഉത്തർപ്രദേശ് ഭരിക്കുന്നത് BJPയാണ്, കേന്ദ്രം ഭരിക്കുന്ന BJPയാണ്. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന ഒരന്വേഷണത്തിലും ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്നാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണ്ട എന്നേ പറയാൻ പറ്റുള്ളൂ. ഒരു കാര്യം കൂടി ഇനിയും ഈ ചമ്പത് റായിയെ രക്ഷിക്കാനായിരുന്നുവെങ്കിൽ, ഈ ചമ്പത് റായിയുടെ കുറെ കാലമായിട്ട് ചമ്പത് റായിയുടെ ഉണ്ടായിരുന്ന മുൻ ഡ്രൈവറെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അയാളെ അറസ്റ്റ് ചെയ്യുകയും അയാളിൽ നിന്ന് പണം കണ്ടെടുക്കുകയും ചെയ്തുകൊണ്ടല്ലേ നിങ്ങളടക്കം ഇപ്പോൾ ചമ്പത് റായിയെ സംശയിക്കുന്നത്? ചുമതലക്കാരൻ. അതെ,
2020 ഈ രാമജന്മഭൂമി തീർത്ഥ ട്രസ്റ്റ് തന്നെ നിയോഗിച്ചിട്ടുള്ള ഓഡിറ്റ് ഏജൻസി വളരെ കൃത്യമായി, വളരെ അൺപ്രൊഫഷണൽ ആയിട്ടാണ് പണം കൈകാര്യം ചെയ്യുന്നത്. അത് വലിയ തോതിൽ ബുദ്ധിമുട്ടുകളിലേക്ക് നയിക്കും. അത് പ്രൊഫഷണൽ ആക്കണം. ഇതില്ലെങ്കിൽ ക്രമക്കേടിലേക്ക് നയിക്കുമെന്ന് 2020 പറഞ്ഞിട്ട് എന്തെങ്കിലും ആക്ഷൻ ഉണ്ടായോ? ഇല്ലല്ലോ. അത് അവിടെ തുടങ്ങി ഇങ്ങോട്ട് ആരെങ്കിലും നിർമോഹി അഖാഡ ഈ രാമജന്മഭൂമി പ്രക്ഷോഭത്തിലും പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങളിലും ഒക്കെ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച നിർമോഹി അഖാഡ പറഞ്ഞത് 1400 കോടിയുടെ വെട്ടിപ്പ് VSP നടത്തിയെന്ന് VSPയെ കുറിച്ച് ആരോപിച്ചിരിക്കുന്നത് നിർമോഹി അഖാഡയാണെന്ന് മാത്രമല്ല, അവർ പറഞ്ഞത് ഈ ആളുകൾ സംഭാവന ചെയ്തിട്ടുള്ള, ക്ഷേത്രം പണിയാനായിട്ട് സംഭാവന ചെയ്തിട്ടുള്ള ഇഷ്ടിക വരെ അടിച്ചു മാറ്റിയെന്നാണ്. ഇഷ്ടിക വരെ അടിച്ചു മാറ്റുന്ന ഏർപ്പാടിനെ പറ്റി നമ്മൾ എന്താ പറയേണ്ടത്? ഇനി പറയുന്നത് ഒന്നാമത് ഇവിടെ ഈ ഭണ്ഡാരം എണ്ണാനുള്ള ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് SBI ആണ്. ആ SBI നിയോഗിച്ച ആൾക്കാരാണ് ഈ പണം എണ്ണുന്നത്. അതായത് അവിടുത്തെ ട്രസ്റ്റ് നേരിട്ട് ചെന്നല്ല. എന്നിട്ട് ആ പണം എണ്ണി തിട്ടപ്പെടുത്തി കണക്ക് ബോധ്യപ്പെടുത്തി എന്നിട്ട് ആ പണം അങ്ങനെ തന്നെ SBIയിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ നിക്ഷേപിക്കുകയാണ് പതിവ്. അതാണ് അതിന്റെ രീതി എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ അകത്ത് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാമെന്നേ. പിന്നെ ഈ ഇഷ്ടികകളുടെ കണക്ക്, വെള്ളി ഇഷ്ടികകളുടെ കണക്ക് ഒരെണ്ണം പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തമായി തന്നെ SIT കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ കണക്കുകൾ അത് കോയിൻ ഉണ്ടാക്കാൻ കൊടുത്തിട്ടുണ്ട്, ഉരുക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് വളരെ സേഫായിട്ട് തന്നെ ലോക്കറുകളിലുണ്ട് എന്ന് വളരെ ക്ലിയർ ആയിട്ടും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ തെളിവുണ്ടെന്ന് നിർമോഹി അഖാഡ പറഞ്ഞത് ഞാൻ ചൂണ്ടിക്കാണിച്ചു. വരാം, ഞാൻ അങ്ങയിലേക്ക് വരാം. ശരി, അല്ല അവര് അന്വേഷണ സംഘത്തിന് മുമ്പിൽ കൊടുക്കട്ടെ, പൊതുസമൂഹത്തിലേക്ക് വരട്ടെ. ശരി, ആവട്ടെ. ശ്രീ അനൂപ്, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് കോൺഗ്രസ് ഒരു സ്ട്രോങ് പൊസിഷൻ എടുത്തിരിക്കുന്നു? ചെറുമീനുകളെ മാത്രം ലക്ഷ്യം വെച്ചുള്ള അന്വേഷണമാണ് ഇത് എന്ന് ആരോപിക്കുന്നു. അപ്പോൾ SIT അന്വേഷിക്കുന്നുണ്ട്. അതിനപ്പുറത്ത് ഒരു കോർട്ട് മോണിറ്റേർഡ് പ്രോബ് എന്ന് കോൺഗ്രസ് ആവശ്യപ്പെടാനുള്ള കാര്യം എന്താണ്? സാഹചര്യം എന്താണ്? അഭിലാഷേ, ചുരുങ്ങിയത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ 3 തവണയെങ്കിലും ഏറ്റവും വലിയ രാമനിന്ദ നടത്തിയ ആളുകളാണ് സംഘപരിവാർ. ആദ്യം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാമഭക്തരിൽ ഒരാളായ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് നിറയൊഴിച്ചു. രണ്ടാമത് ശ്രീരാമനെ മുൻനിർത്തി ബാബറി മസ്ജിദ് തകർത്തു. മൂന്നാമത്തേത് ശ്രീരാമനെ മുൻനിർത്തി വലിയ കൊള്ളയാണ്. രാജ്യത്ത് ഇതുവരെ ഒരു ആരാധനാലയത്തിനെ കേന്ദ്രീകരിച്ച് നടക്കാത്ത തരത്തിൽ വലിയ കൊള്ളയാണ് നടക്കുന്നത്. ഇവരുടെ യഥാർത്ഥ താല്പര്യം എന്താണെന്ന് രാജ്യത്തിന് മുന്നിൽ വെളിവാക്കപ്പെട്ടിരിക്കുകയാണ്. ഇത്തരം പ്രൊജക്റ്റുകളെ ഇവർ കാണുന്നത് വൻതോതിൽ പണം സമാഹരിക്കാനുള്ളൊരു വഴിയായിട്ടാണെന്നേ. വലിയ പ്രൊജക്റ്റുകൾ കൊണ്ടുവരിക, റിയൽ എസ്റ്റേറ്റ് കൊണ്ടുവരിക, അതിൽ നിയമന തട്ടിപ്പ് നടത്തുക, സാമ്പത്തിക അപഹരണം നടത്തുക. യഥാർത്ഥ രാമഭക്തർ ആര് എന്നുള്ളത് രാജ്യത്തിന് മുമ്പിൽ വെളിവാക്കപ്പെട്ടിരിക്കുക. യഥാർത്ഥ രാമഭക്തരായ ഗാന്ധിയെ വെടിവെച്ച് കൊന്ന ആളുകൾ, ഇവരുടെ രാമഭക്തി, ഇവരുടെ ഭക്തി എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാവടിയാണെന്നേ. ഇവർക്ക് അത്തരം ഭക്തിയുമായി ബന്ധപ്പെട്ടൊരു മൂല്യങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഒന്നല്ല സംഘപരിവാർ, മറിച്ച് ഭക്തിയെ പോലും കൊമേഴ്സ്യലൈസ് ചെയ്യുന്ന, സാമ്പത്തികവൽക്കരിക്കുന്ന, അതിനെ കച്ചവടം നടത്തുന്ന ഒരു വലിയ കൂട്ടം ആളുകളാണെന്ന് ഇവർ വെളിവാക്കപ്പെട്ടിരിക്കുക. ഇനി എത്ര കാലം ഇവർക്ക് ശ്രീരാമന്റെ പേര് ഉപയോഗിക്കാൻ കഴിയും? രാജ്യത്തിന് മുമ്പിൽ ഇവരുടെ യഥാർത്ഥ ചിത്രം ഒരിക്കൽ കൂടി വെളിവാക്കപ്പെട്ടിരിക്കുന്ന യാഥാർത്ഥ്യം, അതിനെ ഈ ഷാബു പ്രസാദിനെ പോലുള്ള ആളുകൾ എത്ര ആവർത്തിച്ചാലും അതിനെങ്ങനെ വിശദീകരിക്കാൻ കഴിയുക? ഇവിടെ പറയുന്നത് ധാർമ്മികതയുടെ കാര്യമാണ് പറയുന്നത്. VHPയുടെ നേതാവിന്റെ പേരിൽ ഒരു അലക്കുകാരൻ പറഞ്ഞ അപവാദ പ്രചരണത്തെ തുടർന്ന് സ്വന്തം ഭാര്യയെ ഉപേക്ഷിക്കാൻ തയ്യാറായ ആളാ ശ്രീരാമൻ. അതുപോലെ അച്ഛന് കൊടുത്ത വാക്കിന്റെ പേരിൽ ഇവിടെ രാജ്യം തന്നെ ഉപേക്ഷിച്ച ആളാ. അപ്പോൾ ഇവിടെ ശ്രീരാമനെ മുൻനിർത്തി പറയുകയും അതേസമയം ഏതൊക്കെ മൂല്യങ്ങളുടെ മൂർത്തിമത് ഭാവമാണോ ശ്രീരാമൻ, അതിന്റെ നേരെ എതിർദിശയിൽ നിൽക്കുക. ഇവരെ സംബന്ധിച്ച് ശ്രീരാമനുള്ള ഭക്തിയല്ല, മറിച്ച് ഒരു മുസ്ലിം വിരുദ്ധത മാത്രമാണ് ഇതെന്ന് ഒരിക്കൽ കൂടി തെളിവാക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി ശ്രീരാമൻ എന്ന പേർ ഉച്ചരിക്കാനുള്ള അവകാശം ഇവിടുത്തെ സംഘപരിവാറിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ശരി, ശ്രീ രാഹുൽ ഈശ്വർ, മുൻകാലങ്ങളിലും വലിയ തോതിൽ വിവാദമായിരുന്നു ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ, ഭൂമി ഇടപാടുകൾ. ഇതുമായി ബന്ധപ്പെട്ട് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വരെ ചൂണ്ടിക്കാണിച്ചിരുന്നു പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കണം, ഇല്ലെങ്കിൽ മോഷണം ഉണ്ടാകുമെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ ഫ്ലാഗ് ചെയ്ത കാര്യം കഴിഞ്ഞ ദിവസം വാർത്തയായി വന്നതാണ്. പക്ഷേ നിർബാധം ഇത് തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഭണ്ഡാരത്തിൽ നിന്ന് അതിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ആളുകൾ കാശും പതുക്കെ മാറ്റിയ അതൊക്കെ പല ഇടങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഭണ്ഡാരം എണ്ണുന്ന ആളുകൾ പണം പലതരത്തിൽ മാറ്റുന്ന കാര്യമൊക്കെ. പക്ഷെ ഇത് അതിൻ്റെ ആ മാനത്തിൽ നിൽക്കുന്നതാണെന്ന് രാഹുൽ ഈശ്വറിന് തോന്നുന്നുണ്ടോ? ശ്രീ അഭിലാഷ്, 2-3 കാര്യങ്ങൾ. ഒന്ന്, എന്റെ നല്ല സുഹൃത്താണ് ശ്രീ അനൂപ്. അദ്ദേഹം നല്ലൊരു നെഹ്റൂവിയനാണ്, നമ്മുടെ VD സതീശന്റെയും VT ബലറാമിന്റെയും ഒക്കെ ലൈനിൽ.
അദ്ദേഹം ഒരു ഗാന്ധിയൻ സമീപനം സ്വീകരിച്ചത് വളരെ സന്തോഷമാണ്. കാര്യം വേറൊന്നുകൊണ്ടല്ല, നമ്മുടെ നാട് ഒരുപാട് വിശ്വാസങ്ങളുടെയും വൈവിധ്യങ്ങളുടെയും നാടാണ്. ഗാന്ധിജിയുടെ രാമൻ തന്നെയാണ് രാമൻ, സംശയമൊന്നുമില്ല. ഇന്ന് കാണുന്ന രീതിയിൽ രാമഭക്തി എന്ന ആശയത്തെ സാമൂഹിക ആത്മീയ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു പാത കൂടിയായി തെരഞ്ഞെടുത്തത് മഹാത്മാഗാന്ധിയാണ്. അന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല. അതുകൊണ്ട് അനൂപ്ജിയുടെ ആ കമന്റ് സന്തോഷം തരുന്നു. രണ്ട്, ഇന്ന് ഗാന്ധിജി ജീവിച്ചിരുന്നെങ്കിൽ ഗാന്ധിജി എന്തായിരിക്കും പറയുക? ഒരുപക്ഷെ VHPയോടും RSSനോടും ഗാന്ധിജി പറയുന്നത് ഇത് നമുക്കെല്ലാം വളരെ വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്, നമ്മൾ ഹിന്ദുക്കൾക്ക് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ നേരിടേണ്ട ഒരു കാര്യമാണ്, നമുക്കിത് വളരെ ക്ലാരിറ്റിയോടുകൂടി ഈ വിഷയം തീർക്കണം. അതിലൊരു രാഷ്ട്രീയമോ കാര്യങ്ങളോ അല്ല നമ്മൾ നോക്കേണ്ടത്. നമുക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ തെറ്റുകൾ തുറന്നു പറയണം, അതിൽ സത്യസന്ധമായ തിരുത്തൽ വരുത്തണം. തീർച്ചയായിട്ടും ശ്രീരാമ ജന്മഭൂമി പ്രോജക്ട് RSSന്റെ ഏറ്റവും സെൻട്രൽ പ്രോജക്ട്സിൽ ഒന്നാണ്. ആലങ്കാരികമായി നമ്മുടെ ലെഫ്റ്റ് ലിബറൽ സുഹൃത്തുക്കൾ പറയും 2 സീറ്റുള്ള BJP ഇന്ത്യ ഭരിക്കുന്ന രീതിയിലേക്ക് മാറിയത് ശ്രീരാമന്റെ തോളിലേറിയാണ്. അപ്പൊ ആ അർത്ഥത്തിൽ വലിയ ചരിത്രപരമായ പ്രാധാന്യം ശ്രീരാമനുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. വളരെ ബുദ്ധിമുട്ടി ഫൈറ്റ് നടത്തി സുപ്രീം കോടതിയുടെ സമവായമെന്നോ, ഇപ്പം സമവായം എന്ന് വിളിച്ചാൽ കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല, സുപ്രീം കോടതിയുടെ ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പിലോ ഒക്കെയാണ് അവസാനം ഈ വിധി വന്നത്. അങ്ങനെയാണ് അവസാനം ഈ കൺക്ലൂഷനിൽ എത്തിയത്. ഞാൻ ഈ രാമജന്മഭൂമിയുടെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിവസം പോകാൻ ഭാഗ്യം ലഭിച്ചൊരു വ്യക്തിയാണ്. ആ ദിവസം തന്നെ ബാബരി മസ്ജിദിന്റെ സ്ഥലം കൊടുത്ത സ്ഥലത്തും ഞാൻ പോവുകയുണ്ടായി. 2 സ്ഥലത്തും എന്നാൽ കഴിയുന്ന ചെറിയ കോൺട്രിബ്യൂഷൻ കൊടുത്തു. അപ്പോ തീർച്ചയായിട്ടും ഒരു ഭക്തന്, വിശ്വാസിക്ക് വേദനിക്കുന്ന സംഭവങ്ങളാണ്. അവിടെയാണ് സന്യാസിയാണ് ശ്രീ യോഗിജി, അല്ലെങ്കിൽ സന്യാസ പാരമ്പര്യത്തിൽ വരുന്നതാണ് അദ്ദേഹം അടക്കമുള്ള ആൾക്കാർ, മോദിജി അടക്കമുള്ള വിശ്വാസികളായ ആൾക്കാർ ശക്തമായ നിലപാടെടുക്കുകയും ശക്തമായ നിലപാടാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം. അതായത് ജസ്റ്റിസ് നീഡ്സ് ടു ബി ഡൺ ആൻഡ് ജസ്റ്റിസ് നീഡ്സ് ടു ബി ഷോൺ ടു ബി ഡൺ എന്നൊക്കെ ആലങ്കാരികമായി നമ്മൾ പറയും. നീതി നടപ്പാക്കുക മാത്രമല്ല, നീതി നടപ്പായി എന്ന് ബോധ്യപ്പെടുത്തുകയും വേണം. ഉദാഹരണം അങ്ങ് നേരത്തെ പറഞ്ഞ ടിന്നു യാദവ്, പല റിപ്പോർട്ടുകളും പറയുന്നത് അദ്ദേഹത്തിന് 14 മുറിയുള്ളൊരു വീടുണ്ട്, ഏകദേശം 50 കോടി രൂപയാണ് ആ സ്ഥലത്തിനും വീടിനും കൂടെ വരുന്നു എന്ന് ആരോപണം വരുന്നുണ്ട്. ചിലപ്പോൾ 50 ആയിരിക്കാം, ചിലപ്പോൾ 40 ആയിരിക്കാം. അപ്പൊ ഓട്ടോ ഓടിച്ച് 17,000 രൂപയോ 20,000 രൂപയോ മാസം ഉണ്ടാക്കുന്ന ഒരാൾക്ക് അത്രയും ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. ശ്രീ ചമ്പത് റായ് വളരെ സീനിയർ ആണ്, അദ്ദേഹം ആദ്യം മുതലേ എല്ലാവരും ബഹുമാനിക്കുന്ന ആളാണ്. പക്ഷെ ശ്രീ ചമ്പത് റായ് മറുപടി പറയേണ്ട ചോദ്യങ്ങൾ അദ്ദേഹം അടക്കമുള്ള മുതിർന്ന ആൾക്കാരുടെ ശ്രദ്ധയിൽ നിന്ന് മാറി എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? 70 ഇൻസ്റ്റൻസസ് ഓഫ് രാഹുൽ ഈശ്വർ, ശ്രദ്ധയിൽ നിന്ന് മാറുന്നതിന്റെ പ്രശ്നമാണോ? 2020 ഓഡിറ്റ് ചെയ്തവർ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. നിങ്ങളിത് സംഭാവന മാനേജ് ചെയ്യുന്നത് പ്രൊഫഷണൽ ആകണം, ഈ നിലയ്ക്ക് പണം കൈകാര്യം ചെയ്യരുതെന്ന് മുന്നറിയിപ്പ് കൊടുക്കുന്നു. ചീഫ് അക്കൗണ്ട് ഓഫീസർ, മുൻ ചീഫ് അക്കൗണ്ട് ഓഫീസർ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു, അദ്ദേഹത്തെ ഒഴിവാക്കി. ഈ പണം അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന ബാങ്ക് അവർ മുന്നറിയിപ്പ് നൽകി. അപ്പോൾ ഈ ചില താഴെ നിലയിലുള്ള 8 പേർ, അതല്ലെങ്കിൽ ഏറ്റവും താഴെ തട്ടിലുള്ള ജീവനക്കാർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമൊന്നും അല്ല ഇത് എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും വ്യക്തമാണ്. 3,500 കോടി രൂപ ഡൊണേഷൻ വന്നിട്ടുള്ള ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് വേണ്ടി, ഈ അമ്പലത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഡൊണേഷൻ വന്നിട്ടുള്ള ഒരു സംവിധാനത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നിശ്ചയമായിട്ടും താഴെത്തട്ടിൽ പണമെണ്ണുന്ന ജോലിക്കാരല്ല ഇതിലെ പ്രതികൾ എന്നുള്ളത് അറിയാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ നമ്മൾ പാഴൂർ പടിപ്പുരയിലൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ. സംശയമില്ല. അല്ല, അവര് മാത്രമല്ല, അതായത് അത് സ്മോൾ ഫിഷസ് ആണ്. ഹയർ അപ്സിൽ ആർക്കൊക്കെയാണ് ഉത്തരവാദിത്തം? 2 രീതിയിൽ ഉത്തരവാദിത്തം ഉണ്ട്, എത്തിക്കൽ, 2 ലീഗൽ റെസ്പോൺസിബിലിറ്റി. ധാർമ്മിക ഉത്തരവാദിത്തത്തിനപ്പുറം ഏതെങ്കിലും രീതിയിൽ ഈ കൊള്ളയിൽ ഇവർക്ക് ആർക്കെങ്കിലും അറിവോ പങ്കോ ഉണ്ടെന്നൊക്കെ തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. സംശയമൊന്നുമില്ല, തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ അവിടെയാണ് ഇപ്പൊ ശബരിമല കേസിനൊക്കെ ശേഷം ഈ അമിതാവേശം പലപ്പോഴും ഉപേക്ഷിക്കുന്നതിന്റെ കാര്യം അവധാനതയോടുകൂടി നമ്മൾ പോകണം. പക്ഷെ ഒരു കാര്യം 100% കറക്റ്റാണ്. എനിക്ക് തോന്നുന്നു KC വേണുഗോപാലാണ് ആ റിക്വസ്റ്റ് അയച്ചത്. കോർട്ട് മോണിറ്റേർഡ് പ്രോബ് വേണം. ഇല്ലെങ്കിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ CPMന്റെ ആൾക്കാരോ കോൺഗ്രസിന്റെ ആൾക്കാരോ BJPയുടെ ആൾക്കാരോ ഭരിക്കുന്ന ആൾക്കാർ അവരുടെ ആൾക്കാരെ രക്ഷിക്കാനേ നോക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ദേശീയ കാര്യത്തിൽ ചർച്ച ചെയ്യുന്നത്. ദേശീയ മാധ്യമങ്ങളടക്കം നല്ലൊരു ശതമാനം, എല്ലാവരും അല്ല, നല്ലൊരു ശതമാനം BJPയെ ചോദ്യം ചെയ്യുകയും ഈ സ്മോൾ ഫിഷസിനെ പിടിച്ചാൽ പോരാ എന്ന് ശക്തമായ നിലപാടെടുക്കുന്നവരുമാണ്. അതായത് ഈ താഴേക്കിടയിലുള്ളവർക്ക് ഈ കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റാനുള്ള സ്പേസോ സ്കോപ്പോ ഉണ്ടാകില്ല. ഇതൊക്കെ ചിലർ ശുചിമുറിയുടെ ഉള്ളിൽ പോയി അങ്ങനെ കാശടിച്ചു മാറ്റി എന്ന് പറയുന്നു. ഒരു ഒരു സിസ്റ്റമിക് ആയ ലൂട്ട് നടന്നിട്ടുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അപ്പൊ അവിടെ പ്രശ്നം കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ഈ വിഷയത്തിന്റെ സത്യം കണ്ടുപിടിച്ച് അതിൽ ഉത്തരവാദികളായി വരികയും, ഒരു വരി കൂടെ പറയാം, ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ പോലെ എന്തെങ്കിലും എല്ലാ അമ്പലങ്ങൾക്കും പള്ളികൾക്കും മോസ്കുകൾക്കും ആശ്രമങ്ങൾക്കും ബാധകമാക്കണം. നമ്മൾ വിശ്വാസികൾ കൊടുക്കുന്ന കാശ് എവിടെ പോകുന്നു എന്ന് അറിയാൻ ഒരു റൈറ്റ് നമുക്കുണ്ട്. 2, സയന്റിഫിക് ടെമ്പിൾ മാനേജ്മെന്റ്. നമ്മുടെ ഹിന്ദു ക്ഷേത്രങ്ങൾ വിശിഷ്യ ടെമ്പിൾ മാനേജ്മെന്റ് വളരെ വീക്കാണ്. ഒരു ശാസ്ത്രീയമായ ടെമ്പിൾ മാനേജ്മെന്റ്, അക്കൗണ്ടിംഗ് സിസ്റ്റം തുടങ്ങിയ കാര്യങ്ങൾ ഒരു അപ്ഗ്രേഡ് നമ്മൾ എല്ലാ ഹിന്ദു ക്ഷേത്രങ്ങൾക്കും ഉണ്ടാവണമെന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ പ്രധാനമന്ത്രി അടക്കം ഈ വിഷയത്തിൽ ഒരു ഖേദപ്രകടനവും ഒരു നിലപാടും ഒക്കെ പറയുവാണെങ്കിൽ സാധാരണക്കാർക്ക് കുറച്ചുകൂടി ഒരു വിശ്വാസമായേനെ. ശരി, ശ്രീ അഡ്വക്കേറ്റ് A. രാജേഷ്, ഈ വിഷയത്തിൽ ഒന്നതൊരു ട്രസ്റ്റാണ്, ക്ഷേത്രം പരിപാലനം ചെയ്യാൻ, അത് നിർമ്മിക്കാനും അത് പരിപാലനം ചെയ്യാനും വേണ്ടി രൂപീകരിച്ച ട്രസ്റ്റാണ്. നമ്മൾ ദേവസ്വം ബോർഡ് എന്നതുപോലത്തെ ഒരു സംവിധാനമല്ല.
അപ്പോൾ അവർ ആരോടൊക്കെ അക്കൗണ്ടബിൾ ആണ് എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ വലിയ മിസ്അപ്രോപ്രിയേഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇതിൽ തന്നെ ഇപ്പോൾ ഓഡിറ്റിന്റെ കാര്യമൊക്കെ വളരെ കൗതുകകരമാണ്. CAG ഓഫീസിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ തന്നെ ഇതിന്റെ ഭാഗമാണ് എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ കൂടി അവിടെ ഉണ്ട്. നിയമപരമായി എന്തെല്ലാം തുടർ നടപടികൾ ഇക്കാര്യത്തിൽ സാധ്യമാണ്? ഇക്കാര്യത്തിൽ സംസാരിച്ച് വെച്ച SIT കേസ് അന്വേഷണത്തിൻ്റെ പ്രാരംഭ ദശയിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇത് ആരൊക്കെയാണ് ഇപ്പം ഇത് ഞാൻ മനസ്സിലാക്കിയത് ഈ കൗണ്ടിങ് ഇതിൻ്റെ എണ്ണി തിട്ടപ്പെടുന്നത് ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് മാത്രമാണോ പങ്ക്? ഇവർക്ക് ഇങ്ങനെ ചെയ്യുന്നതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തതിൽ ട്രസ്റ്റിനോ മറ്റാർക്കെങ്കിലുമോ ബന്ധമുണ്ടോ? ഇക്കാര്യങ്ങളെല്ലാം അന്വേഷണ വേളയിൽ SIT കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പണം ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ട്രസ്റ്റ് രസീത് കൊടുത്തിട്ടാണ് പണം വാങ്ങുന്നതെങ്കിൽ ഇത്ര രൂപ വന്നു, അതിൽ ഇത്ര രൂപ മിസ്അപ്രോപ്രിയേറ്റ് ചെയ്തു, ബാക്കിയുള്ള തുക ബാങ്കിൽ വന്നു, ആ നിലയിൽ നമുക്ക് കൃത്യമായി കണക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ഈ കേസിൽ സംഭവിക്കുന്ന ഒരു കാര്യം, ഇത് എത്ര പണമാണ് അവിടെ വരവുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കത് കൃത്യമായിട്ടുള്ള ഒരു രീതിയിൽ അത് തിട്ടപ്പെടുത്താൻ സാധിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ SITയുടെ നേതൃത്വത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കോർട്ട് മോണിറ്റേർഡ് ഇൻവെസ്റ്റിഗേഷൻ വന്നാൽ മാത്രമേ ഇമ്പാർഷ്യലായിട്ട് SITക്ക് മുന്നോട്ട് പോയി ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കണ്ടുപിടിക്കുന്നതിനും അതുപോലെ തന്നെ ഇത് ചെറിയ ആളാണെങ്കിലും വലിയ ആളുകളാണെങ്കിലും അവർ അഴിമതിയിലൂടെ അവർ കൈവശപ്പെടുത്തിയിട്ടുള്ള പണം അറ്റാച്ച് ചെയ്യുന്നതിന് അല്ലെങ്കിൽ കേസിൻ്റെ അന്വേഷണ വേളയിൽ തന്നെ അത് തടഞ്ഞു വയ്ക്കുന്നതിന് കോടതി വഴി നമുക്ക് ചെയ്യുന്നതിനുള്ള നിയമം ഇവിടെയുണ്ട്. ഇപ്പം നമ്മൾ ഇവിടെ കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ ശബരിമലയല്ല, ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ബെഞ്ച് ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചുണ്ട്. അവർ ഇത്തരം കാര്യങ്ങൾ വളരെ എന്താ പറയുക കൃത്യതയോടുകൂടി ഇടപെട്ടാണ് പല കേസുകളും വന്നത്. ഇപ്പോൾ ശബരിമല ഒരു കേസിൽ വന്നത് ആടിയ ശിഷ്ടം നെയ്യ് വിറ്റതിൻ്റെ പൈസ മിസ്അപ്രോപ്രിയേറ്റ് ചെയ്ത ഒരു സംഭവം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിൽ സംഭവിച്ചത് ഒരു കരാറുകാരൻ പാക്ക് ചെയ്ത് കൊടുക്കുന്ന നെയ്യ്, ആടിയ ശിഷ്ടം നെയ്യ് ഒരു 100 മില്ലിക്ക് 100 രൂപയാണ് വില. അപ്പോൾ അതൊരു ടെമ്പിൾ ഓഫീസറുടെ അടുത്ത് ഈ പാക്ക് ചെയ്ത് വരുന്നു, അത് കൗണ്ടറിൽ കൊടുക്കുന്നു, കൗണ്ടറിലെ ആൾ വിറ്റ് അതാത് ദിവസം ബാങ്കിൽ പണം അടയ്ക്കണം. അപ്പോൾ ഇത് കൃത്യമായി ഈ പൈസ എൻട്രസ്മെൻ്റ്, അതായത് ഈ വന്ന പൈസ ആരൊക്കെയാണ് കൈകാര്യം ചെയ്തത്, ഏത് ഭാഗത്ത് വെച്ചാണ് മിസ്അപ്രോപ്രിയേറ്റ് ചെയ്തത് എന്ന് കൃത്യമായി അന്വേഷണത്തിൽ കണ്ടുപിടിച്ചാൽ മാത്രമേ ഇവരെ നമുക്ക് നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതിന് വളരെ സമഗ്രമായ അന്വേഷണം ആവശ്യമാണ്, കോർട്ട് മോണിറ്റേർഡ് ആയിട്ടുള്ള അന്വേഷണം ആവശ്യമാണെന്നാണ് എനിക്ക് ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചനയാണ്, ഇത് ആരൊക്കെയാണ് ഇതിനകത്ത് പങ്കെടുത്തിട്ടുള്ളത് എന്നത് സംബന്ധിച്ച ആ ഗൂഢാലോചന നടത്തിയത് ആരൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കലാണ് SITയുടെ മുന്നിലുള്ള ഏറ്റവും വലിയ കടമ്പ. ശരി, അതൊരു പ്രധാനപ്പെട്ട ദൗത്യമാണ്. പക്ഷേ SIT എത്രമാത്രം, പ്രത്യേകിച്ച് വളരെ പൊളിറ്റിക്കലി സെൻസിറ്റീവാണ് ഉത്തർപ്രദേശ്. അടുത്ത മാർച്ചിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു വർഷമില്ല. 8-9 മാസത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സംസ്ഥാനത്തെ SIT ഇതിന്റെ യഥാർത്ഥത്തിലുള്ള കുറ്റക്കാരെ കണ്ടെത്തുമോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട്. ശ്രീ ഷാബു പ്രസാദ് മര്യാദാ പുരുഷോത്തമനായിട്ടാണ് ശ്രീരാമനെ കണക്കാക്കുന്നത്. അദ്ദേഹം ധാർമ്മികമായി അല്ലാതെ ഒരു കാര്യവും ചെയ്തിട്ടില്ല. അദ്ദേഹം വനവാസത്തിന് പോയപ്പോൾ അനുജൻ അവിടെ ചെന്ന്, ഭരതൻ അവിടെ ചെന്ന്, ജ്യേഷ്ഠ തിരികെ വരൂ, ഞാൻ ഭരണയന്ത്രം ഏറ്റെടുക്കുന്നില്ല എന്ന് പറഞ്ഞാണ്. വേണമെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ചു വരാമല്ലോ. പക്ഷേ അതല്ല, ഞാൻ അച്ഛനോട് പറഞ്ഞ വാക്കാണ്, 12 കൊല്ലം വനത്തിൽ കഴിയും എന്ന് പറഞ്ഞ അന്ന് വിശ്വസിക്കുന്ന. നേരത്തെ ഇവിടെ മറ്റൊരു കാര്യം അനൂപ് സൂചിപ്പിക്കുകയുണ്ടായി, അലക്കുകാരൻ്റെ കമൻറ്റിനെ കുറിച്ച്. അപ്പം ധാർമ്മികമായി ജീവിച്ച ഇന്ത്യക്കാരെ സംബന്ധിച്ച് മര്യാദയുടെ പ്രതീകമായ ഒരു ദൈവത്തിൻ്റെ ക്ഷേത്രം ഉണ്ടാക്കി വെച്ചിട്ട് ഒരു മര്യാദയുമില്ലാതെ മര്യാദകേട് മാത്രം അവിടെ നടന്നു എന്ന് പറയുന്നത് അത്ഭുതകരമാണ്, ആശ്ചര്യജനകമാണ്. ഇതിപ്പോൾ ഈ പണം അടിച്ചു മാറ്റിയത് മാത്രമല്ലല്ലോ, അവിടുത്തെ ലാൻഡ് സ്കാം, അത് നേരത്തെ പുറത്തു വന്നിട്ടുള്ള കാര്യമാണ്. അവിടുത്തെ അയോധ്യ നിവാസികളെ അവിടെ നിന്ന് അവരുടെ സ്ഥലം വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു തുക കൊടുക്കുന്നു, അവരെ അവിടെ നിന്ന് പുറന്തള്ളുന്നു. എന്നിട്ട് വലിയ തോതിൽ മിനിറ്റുകൾക്കകം, മണിക്കൂറുകൾക്കകം വലിയ തുകയ്ക്ക് ആ സ്ഥലം മറച്ചു വിറ്റ സംഭവം വന്നിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി അനൂപ് അവിടെ പോയ സമയത്ത് അതിനുശേഷം
നേരത്തെ അവിടെ ആ സ്ഥലം ഉണ്ടായിരുന്ന ആ സ്ഥലമുടമസ്ഥർ ഇപ്പോൾ മാറ്റപ്പെട്ടല്ലോ, അവരെയൊക്കെ പോയി കണ്ട് അവരുടെ ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ചൊരു വാർത്തയൊക്കെ ആ കാലത്ത് ചെയ്തത് ഞാൻ ഓർക്കുന്നു. അപ്പോൾ തുടക്കം മുതൽ ഇതൊരു കച്ചവട സംരംഭമായി നടത്തുക, ഇന്ത്യയിൽ നല്ല രീതിയിൽ കച്ചവടം ചെയ്യാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാക്കി ശ്രീരാമചന്ദ്രനെ മാറ്റുക എന്നുള്ള കൊടുംപാതകം ചെയ്തതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള ഉത്തരം കൂടി നൽകേണ്ടേ? ഒരു പക്ഷേ ഞാൻ എല്ലാത്തിനും ഉത്തരം പറയാം. എന്തായാലും കോൺഗ്രസ്സുകാർക്ക് ഇപ്പോൾ അവരിപ്പോൾ രാമഭക്തി വന്നതിൽ അതിൻ്റെ അകത്ത് നമുക്ക് വളരെ സർപ്രൈസിങ് ആണെങ്കിലും സന്തോഷമുണ്ട്. എന്നെങ്കിലും ഇവർ ഗാന്ധിജിയുടെ രാമരാജ്യം എന്ന സങ്കല്പത്തിനെ ആ സങ്കല്പത്തിനെ ഇവർ അംഗീകരിച്ചിരുന്നോ? എപ്പോഴെങ്കിലും ഗാന്ധിജി അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ഒരിക്കലെങ്കിലും രാമരാജ്യം ഒന്ന് ഉച്ചരിച്ചിട്ട് പോലും ഉണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. പിന്നെ ഗാന്ധിജിയെ കൊന്ന RSS എന്ന് ഇവർ പറഞ്ഞു. ആ ഗാന്ധിജിയെ കൊന്നു എന്ന് നിങ്ങൾ ആരോപിക്കുന്ന RSSനെ ഇവിടെ നിങ്ങൾ തന്നെ നിരോധിച്ചിട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ ഒരു തെളിവ് പോലും ഇല്ലാതെ നിങ്ങൾക്ക് തന്നെ ആ നിരോധനം പിൻവലിക്കേണ്ടി വന്നു. അങ്ങനെ നിങ്ങൾ ഇത്രയും കാലം ഗാന്ധിജിയെ കൊന്ന RSS എന്ന് ഇവിടെ ആരോപിച്ചുകൊണ്ടിരിക്കുന്ന ആ ഇന്ത്യയിൽ തന്നെ നിങ്ങളുടെ ഭരണത്തിൻ്റെ കീഴിൽ തന്നെയാണ് ഈ RSS ഇത്രയും കാലം ഇവിടെ പ്രവർത്തിച്ചതും വളർന്നതുമെല്ലാം. എന്തേ നിങ്ങൾക്ക് ഗാന്ധിജിയെ കൊന്ന RSSനെ ഒന്നും ചെയ്യാൻ കഴിയാതെ പോയി? എന്തേ നിങ്ങൾക്ക് അതേ RSSന്റെ പരിവാർ സംഘടനയായ BJP ഇന്ന് ഭരണത്തിലെത്തിയത്? നിങ്ങളുടെ ഭരണകാലത്ത് തന്നെ BJP വളർന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അത് വിട്. ഇനി മറ്റൊന്ന്, ഈ അലക്കുകാരൻ്റെ കാര്യം പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ചമ്പത്രായി അനിൽ മിശ്രയും അടക്കമുള്ള അതിൻ്റെ ട്രസ്റ്റിൻ്റെ ഉന്നത നേതൃത്വം തന്നെ രാജിവെച്ചത്. അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ സത്യസന്ധതയിൽ അവരുടെ ഇൻ്റഗ്രിറ്റിയിൽ ഒരു സംശയവുമില്ല എന്ന് അവരുടെ സംഘടന പറയുമ്പോഴും അവിടെ നിന്നും മാറി നിൽക്കുക എന്നുള്ളതാണ് അവരുടെ ധാർമ്മിക ഉത്തരവാദിത്വം എന്ന് കണ്ടാണ് അവർ അവിടെ നിന്ന് മാറി നിന്നത്. പിന്നെ ഈ ലാൻഡ് സ്കാമിൻ്റെ കാര്യം പറയുന്നു. ഞാനതിൽ ലാൻഡ് സ്കാമിലേക്ക് വരാം. പിന്നെ ഇവിടെ ഈ കോടതി നിരീക്ഷണത്തിലുള്ള അന്വേഷണം തീർച്ചയായിട്ടും അത് സ്വാഗതാർഹമായ കാര്യമാണത്. ഇനി കോടതി എപ്പോഴാണ് അങ്ങനെ ഒരു അന്വേഷണത്തിന് തയ്യാറാവുക? നിലവിൽ നടക്കുന്ന അന്വേഷണത്തിൽ എന്തെങ്കിലും പോരായ്മകളോ കുറവുകളോ ഉണ്ടെങ്കിൽ കോടതി അതിന് തയ്യാറാകും. അല്ലെങ്കിൽ കോടതി അതിൻ്റെ അകത്ത് ഇടപെടില്ല. ഏത് കക്ഷി, ഏതൊരു ഇന്ത്യൻ പൗരനും ഇവിടെ കോടതിയെ സമീപിക്കാം, സുപ്രീം കോടതിയെ സമീപിക്കാം. ഈ അന്വേഷണം ശരിയല്ല, കോടതി നിരീക്ഷണത്തിൽ വേണം. കഴിഞ്ഞ ദിവസം ചെന്നല്ലോ കോടതി ചെന്നപ്പോൾ കോടതി എന്താ പറഞ്ഞത്? അവിടുന്ന് ഓടിച്ചു വിട്ടു കോടതി. അവിടെ സംഭവം മര്യാദയ്ക്ക് നടക്കുന്നുണ്ട്, അത് നടക്കട്ടെ എന്നുള്ളതാണ് കോടതിയുടെ നിലപാട്. ഇനിയല്ല കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണമോ ഇനി രാജ്യത്ത് അതിനപ്പുറത്തുള്ള അന്വേഷണമോ എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കട്ടെ. അത് തീർച്ചയായിട്ടും നടക്കണം. അത് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് മുഴുവൻ കാര്യങ്ങളും ഇവിടെ പുറത്തു കൊണ്ടുവരണം. പിന്നെ ഈ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വിശ്വാസം വരും എന്ന് ഇവിടെ ഒരു പരാമർശം കേട്ടു. ആരാണ് പറഞ്ഞതെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഇവിടെ ജനങ്ങൾക്ക് സംശയമൊന്നുമില്ല. അവിടെ മിസ്അപ്രോപ്രിയേഷൻ നടന്നിട്ടുണ്ട്, അവിടെ പണം മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നതിൽ ആർക്കും സംശയമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ പുറകിൽ ആരാണോ, ഇനി എത്ര ഉന്നതനായാലും ശരി, അത് പുറത്തു വരും എന്ന കാര്യത്തിലും ജനങ്ങൾക്ക് സംശയമൊന്നുമില്ല. പക്ഷെ ഇവിടെ പറയാൻ പറ്റും, ജനങ്ങൾക്ക് സംശയമില്ല. സംശയമില്ല എന്ന് അങ്ങ് പറഞ്ഞാൽ ജനങ്ങൾക്ക് സംശയമില്ലാതാവോ? ഇത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. സംശയമുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാവുന്നേ? ഈ നേരത്തെ ഈ നോട്ട് നിരോധന കാലത്ത് മൻമോഹൻ സിംഗ് നടത്തിയ ഒരു പ്രയോഗമുണ്ട്, ഓർഗനൈസ്ഡ് ലൂട്ട് ലീഗലൈസ്ഡ് പ്ലണ്ടർ എന്ന് പറഞ്ഞത് മാതിരി ആസൂത്രിതമായ ഒരു കൊള്ള, ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് അതിനൊരു ചട്ടക്കൂട് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു തരത്തിൽ ഈ പ്ലണ്ടർ ലീഗലൈസ് ചെയ്യായിരുന്നു. അപ്പൊ ആ നിലയ്ക്ക് നമ്മൾ കാണേണ്ട ഒരു കാര്യത്തിൽ ഈ കാശെണ്ണിയെ കുറച്ച് ആളുകൾ 8 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവരെ ശിക്ഷിക്കുമായിരിക്കും. അതിനപ്പുറത്തേക്ക് മോറലായ റെസ്പോൺസിബിലിറ്റി മാത്രമാണോ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഒരു സ്റ്റേറ്റിൽ നമ്മൾ ഈ ജപ്പാനിൽ സ്വയം കുത്തി മരിക്കുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ, ഹരാഗിരി എന്ന് പറഞ്ഞതുപോലെ യോഗി ആദിത്യനാഥ് ചമ്പത്രായിയെ പോലെയുള്ള ആളുകളിലേക്ക് നീങ്ങി സ്വയം കുത്തി മരിക്കാനുള്ള സാധ്യത ഒന്നും ഞാൻ കാണുന്നില്ല. അല്ലല്ല, അതൊക്കെ നിങ്ങളുടെ ആഗ്രഹമാണ്. നിങ്ങൾ സാധ്യത കാണുന്നില്ലെങ്കിലും അങ്ങനെയൊക്കെ സംഭവിക്കണം എന്നുള്ളത് നിങ്ങളുടെയൊക്കെ മോഹവും ആഗ്രഹവുമാണ്. ആഗ്രഹിക്കുന്നതിൻ്റെ അകത്ത് തെറ്റൊന്നുമില്ല അഭിലാഷേ, തീർച്ചയായിട്ടും ആഗ്രഹിച്ചോളൂ. കാര്യം നമ്മുടെ രാജ്യത്ത് അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. പിന്നെ താങ്കൾ പറഞ്ഞു ജനങ്ങൾക്ക് സംശയമില്ല എന്ന് ഇങ്ങനെ പറയും. അതേ ചോദ്യം എനിക്കും തിരിച്ചു ചോദിക്കാനല്ല, പൊതുജനങ്ങൾക്ക് സംശയമുണ്ട് എന്ന് നിങ്ങൾക്ക് ഇങ്ങനെ അറിയാം?
നിങ്ങൾക്കൊക്കെ സംശയമുണ്ട്, ശരി, ഞാൻ അംഗീകരിക്കുന്നു. ആ സംശയം മാറ്റാൻ ഇനിയും ആര് സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ വിചാരിച്ച പോലും നടക്കുന്ന കാര്യമല്ല. നിങ്ങളുടെയും കോൺഗ്രസിന്റെയും ഇവരുടെയൊക്കെ സംശയം മാറ്റാൻ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ നേരിട്ട് അവതരിച്ചിപ്പോ ഇറങ്ങി വന്ന് പറഞ്ഞാലും അത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് നിങ്ങളുടെയും കോൺഗ്രസിന്റെയും പ്രതിപക്ഷങ്ങളുടെയൊക്കെ സംശയമൊക്കെ അവർ സംശയമായിട്ട് അവരുടെ പ്രവർത്തനങ്ങളുമായി അവരുടെ പ്രചരണങ്ങളുമായി മുമ്പോട്ട് പോകട്ടെ. ഒരു വശത്ത് തീർച്ചയായിട്ടും എന്തായാലും ശ്രീരാമചന്ദ്രൻ തന്നെ കാക്കട്ടെ എന്നല്ലാതെ ഇപ്പൊ എന്ത് പറയാൻ പറ്റും? അല്ല, അത് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നപ്പോ നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം ഓർമ്മയുണ്ടല്ലോ അല്ലേ? നീ നിന്നെ തന്നെ കാത്തോളൂ എന്ന് പറഞ്ഞ പോലെ ശ്രീരാമചന്ദ്രൻ ഉണ്ടായിരുന്നപ്പോഴും അകത്തും പുറത്തും ഇവിടെ ദുഷ്ടശക്തികൾ ധാരാളം ഉണ്ടായിരുന്നു. അവരെയൊക്കെ നിഗ്രഹിക്കാൻ വേണ്ടി തന്നെയാണ് ശ്രീരാമചന്ദ്രൻ അവതാരമെടുത്തത്. അങ്ങനെയുള്ള ആ ശ്രീരാമന്റെ ഒപ്പം എന്നും ഒരു കാര്യം മനസ്സിലാക്കുക, ശ്രീരാമന്റെ ഒപ്പം ഇവിടെ ദുർബലർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ച് വാനരന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ ഉണ്ടായിരുന്നുള്ളൂ. ധർമ്മത്തിൽ ബോധ്യമുള്ളവർ മാത്രമേ ശ്രീരാമന്റെ ഒപ്പം ഉണ്ടായിരുന്നുള്ളൂ. അതിശക്തരായവർ, വലിയ വലിയ പണക്കാർ, അങ്ങനെയുള്ളവരൊക്കെ ശ്രീരാമന്റെ ശത്രുപക്ഷത്തുമായിരുന്നു. അതുകൊണ്ട് ശ്രീരാമന്റെ പക്ഷത്തുള്ളവർക്ക് യാതൊരു സംശയവും ഇക്കാര്യത്തിലില്ല. പക്ഷേ നിങ്ങളെ പോലെയുള്ള അല്ലെങ്കിൽ ഇവിടെയുള്ള കുറെ രാവണന്മാർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ആ രാവണന്മാരുടെ സംശയം ശ്രീരാമചന്ദ്രൻ തന്നെ തീർത്തോളും. അത് ഈ അന്വേഷണത്തിലൂടെയും ഇനി ശ്രീരാമൻ വിചാരിക്കുന്നുണ്ടാവും രാവണൻ എത്രയോ ഭേദമായിരുന്നു എന്ന്. എന്തായാലും ശ്രീരാമൻ വിചാരിക്കുന്നുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ശ്രീരാമനുമായി ചെയ്യാൻ യുദ്ധനീതിയൊക്കെ അല്പസ്വല്പം പാലിച്ചിട്ടുള്ള ആളാണല്ലോ രാവണൻ. അതുകൊണ്ട് ശ്രീരാമനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അങ്ങേക്കൊരു അവസരം കിട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ വിചാരിച്ചതാണ്. ഞാൻ കമ്മ്യൂണിക്കേറ്റ് എന്തായാലും രാവണൻ എത്രയോ ഭേദം എന്ന് രാമൻ വിചാരിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അല്ല, എന്തായാലും അങ്ങനെ അയച്ച ആ വാട്സപ്പ് സന്ദേശം ഒന്ന് അഭിലാഷ് ഒന്ന് സ്റ്റാറ്റസ് ആക്കി ഇടണം കേട്ടോ, വലിയ കാര്യമായിരിക്കും. എനിക്കറിയില്ല ശ്രീരാമൻ വാട്സാപ്പിൽ സന്ദേശം അയക്കാറുണ്ടോ. ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ മടങ്ങിയെത്താം. ചർച്ച അടുത്ത ഘട്ടത്തിലേക്ക്. ശ്രീ വി ആർ അനൂപ്, ഉത്തർപ്രദേശ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ്. ഈ രാജ്യത്തെ ഏറ്റവും പൊളിറ്റിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംസ്ഥാനമാണ്. സമാജ്വാദി പാർട്ടിയാണ് അവിടെ ആദ്യം ഈ വിഷയം ഉന്നയിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള രാഷ്ട്രീയ സാഹചര്യം അവിടെ നിൽക്കുന്നു. ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഇന്ത്യയിലെ പരീക്ഷണശാലകളിൽ ഒന്നാണ് ഉത്തർപ്രദേശ് എന്നിരിക്കെ ഈ വിഷയത്തിൽ നിയമപരവും സാങ്കേതികവുമായ കാര്യങ്ങളാണോ രാഷ്ട്രീയമായിട്ടുള്ള ഇതെങ്ങനെ ടേൺ ചെയ്യണം എന്ന കാര്യമായിരിക്കും ഇനി പ്രതീക്ഷിക്കേണ്ടത്? അഭിലാഷ്, അതിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ് അയോധ്യ ക്ഷേത്രം ട്രസ്റ്റാണ് ഭരിക്കുന്നത് എന്നൊക്കെ പറയുന്നത് സാങ്കേതികമാണ്. ട്രസ്റ്റിനെ കുറിച്ച് നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നൊരു പ്രയോഗം ഞാനും അപ്പനും സുഭദ്രയും എന്നതാണ്. ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത് എല്ലാം സംഘപരിവാറിൻ്റെ നേതാക്കന്മാരാണെന്നേ. സംഘപരിവാർ ബന്ധമില്ലാത്ത ഒരാൾ പോലും അതിനില്ല. എല്ലാ ആളുകളും സംഘപരിവാർ ബന്ധമുള്ള ആളുകളാണ്. ഇതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പിടിക്കപ്പെടുമെന്ന് ഷാബു പ്രസാദ് പറയുമ്പോൾ അത് തീർച്ചയായും ഒരു സംഘപരിവാറുകാരനായിരിക്കും. സംഘപരിവാറിനെ സംബന്ധിച്ച് ഇതിൻ്റെ ധാർമ്മികവും മാത്രമല്ല നിയമപരമായ ഉത്തരവാദിത്തത്തിൽ നിന്നും മാറാൻ കഴിയില്ല. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ദേവസ്വവുമായി അങ്ങ് തന്നെ സൂചിപ്പിച്ചു, ശബരിമലയുമായൊക്കെ ബന്ധപ്പെട്ട ചർച്ചകളിൽ സംഘപരിവാറിൻ്റെ പ്രതിനിധികൾ ഷാബു പ്രസാദ് ഉൾപ്പെടെയുള്ള സംഘപരിവാർ സഹയാത്രികർ നിരന്തരം പറഞ്ഞിരുന്ന കാര്യം എന്താ? ഈ അമ്പലങ്ങളൊക്കെ ഞങ്ങൾക്ക് തരൂ, ഞങ്ങളത് പൊന്നുപോലെ നോക്കാമെന്ന് പറയുമ്പോൾ അമ്പലക്കള്ളന്മാരുടെ ഏറ്റവും എക്സ്ട്രീമാണ് BJP സംഘപരിവാർ എന്ന് വെളിവാക്കപ്പെട്ടിരിക്കുക. ഇവർക്ക് അധികാരമുള്ളൊരിടത്ത് അമ്പലം, പണ്ട് എന്തെങ്കിലും ചെറുകിട ഈ പറയുന്ന കവർച്ചയാണെങ്കിൽ അമ്പലം തന്നെ മുഴുവനായി ആ അർത്ഥത്തിൽ കൊള്ള ചെയ്യപ്പെടുന്ന, അതിനെ കേന്ദ്രീകരിച്ച് വലിയ കച്ചവടം നടത്തുന്ന, അതിനെ റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റ് ആക്കുന്ന ഒന്ന് എന്നുള്ളതാണ്. BJPയെ സംബന്ധിച്ച്, RSSനെ സംബന്ധിച്ച്, സംഘപരിവാര പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് എപ്പോഴും പറയുന്നൊരു കാര്യം, അവരുടെ വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രത്തോട് നമ്മളൊക്കെ വിയോജിക്കുമ്പോഴും അതിനോട് അങ്ങേയറ്റം കമ്മിറ്റഡ് ആണെന്നാണ്. ഇന്ത്യയിൽ ഐഡിയോളജിക്കലി അവരുടെ പ്രത്യയശാസ്ത്രത്തോട് കമ്മിറ്റഡായ ഒരു പ്രസ്ഥാനം എന്നാണ് സംഘപരിവാറിനെ എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. പക്ഷേ അവരുടെ പ്രത്യയശാസ്ത്ര പാപ്പരത്വം, അവരുടെ ഹിന്ദുത്വം എന്ന് പറയുന്നത് പോലും വലിയൊരു കളവാണ് തെളിയിക്കപ്പെട്ടിരിക്കുകയാണെന്നേ. ഈ പറയുന്ന ഹിന്ദുത്വത്തിനപ്പുറത്തേക്ക് അവരെ നയിക്കുന്നത് കോർപ്പറേറ്റ് താല്പര്യങ്ങളാണ്, സാമ്പത്തിക താല്പര്യങ്ങളാണ്, ശുദ്ധമായ കച്ചവടമാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുക. ഇനി എത്ര നാൾ, അങ്ങ് പറഞ്ഞ ചോദ്യത്തിലേക്ക് വരികയാണ്, ഇനി എത്ര നാൾ ഈ ശ്രീരാമന്റെ പേർ ഉപയോഗിക്കാൻ അവർക്ക് കഴിയുമെന്നുള്ളതാണ്. ഉത്തരേന്ത്യയിലടക്കമുള്ള സാധാരണക്കാരായ വിശ്വാസികളെയല്ലേ അവർ ചൂഷണം ചെയ്തിരുന്നത്? ഞങ്ങളാണ് ശ്രീരാമന്റെ ആളുകൾ, ശ്രീരാമന്റെ പ്രാതിനിധ്യം, അതിൻ്റെ ആ രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധാനം ഞങ്ങൾക്കാണ്.
നേരത്തെ തന്നെ സൂചിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. ഗാന്ധിയൊക്കെ ഉപയോഗിച്ച രാമനെ കൂടുതൽ ഒരു അഗ്രസീവ് രാമനായി ഉപയോഗിച്ച് രാഷ്ട്രീയ വിദ്വേഷത്തിനുള്ള വിളവെടുപ്പ് നടത്തുകയാണ് സംഘപരിവാർ സംഘടനകൾ ഇവിടെ നടത്തിയതെങ്കിൽ ഇനി അവർക്ക് അതിനുള്ള ഒരു മോറൽ റൈറ്റ് ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രശ്നം. ഇനി എത്ര കാലം ഉത്തരേന്ത്യയിൽ പശു ബെൽറ്റ് എന്ന് നമ്മൾ വിളിക്കുന്ന ആ രാഷ്ട്രീയ ഭൂമികയിൽ രാമനെ ഉപയോഗിക്കാൻ സംഘപരിവാറിന് കഴിയുമെന്നുള്ളതാണ്. അവർക്ക് അവരുടെ ആയുധം നഷ്ടപ്പെട്ടുവെന്നേ. അവരെ സംബന്ധിച്ച് അവർ ഇത്രകാലം പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങൾ, ഇത്രകാലം അവർ പ്രയോഗിച്ചിരുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കപ്പെടുകയും അത് അടിസ്ഥാനപരമായി ജനങ്ങളിൽ നിന്ന് തന്നെ ഇത്രകാലം ആരോടാണ് അവർ ശ്രീരാമനെ കുറിച്ച് പറഞ്ഞത് അവർ തന്നെ അവരോട് ചോദിക്കാൻ പോവുകയാണ്. ശ്രീരാമനെ വിറ്റു തിന്നുന്ന ആളുകളെ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ശ്രീരാമനെ കുറിച്ച് പറയാൻ? ഈ പറയുന്ന ശ്രീരാമൻ എന്ന് പറയുന്ന സ്ഥിര നിക്ഷേപം അവരെ സംബന്ധിച്ച് അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. അവരുടെ രാഷ്ട്രീയത്തിന്റെ പൊള്ളത്തരം വെളിവാക്കപ്പെടുകയാണ്. താങ്കൾ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇനി വരാൻ പോകുന്ന ഇലക്ഷനുകളിൽ അതൊരു വലിയ പ്രശ്നമായി BJP മറുപടി പറയേണ്ട പ്രശ്നമായി ഉയർന്നു. ശരി, ആ പോയിന്റിൽ കൂടുതൽ ആഡ് ചെയ്യാനുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ രാഹുൽ ഈശ്വർ, 1980-കൾ മുതൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ചിഹ്നമാണ് ശ്രീരാമൻ. അയോധ്യ വൈകാരികമായി പ്രൊജക്റ്റ് ചെയ്യപ്പെട്ട ഒരു രാഷ്ട്രീയ ലക്ഷ്യം കൂടിയായിരുന്നു. ആ ലക്ഷ്യം നേടിയതോടുകൂടി സ്വാഭാവികമായും അത് അതിൻ്റെ പീക്കിലെത്തി, അതിൻ്റെ ഇമ്പാക്റ്റ് സ്വാഭാവികമായും ഇല്ലാതായി എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അതിൻ്റെ ശീർഷാസന കാഴ്ചയാണോ? രാമൻ എന്ന പൊളിറ്റിക്കൽ ബിംബം ഈ കൊള്ളയെ മുൻനിർത്തി BJPക്ക് തിരിച്ചടി നൽകാനുള്ള സാധ്യത എത്രമാത്രം? രണ്ടു മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, രാമൻ ഒരു പൊളിറ്റിക്കൽ ബിംബമല്ല, രാമൻ ഒരു ആത്മീയ ദൈവിക ബിംബമാണ്. പക്ഷെ അഭിലാഷ് പറഞ്ഞതുപോലെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ മാനം അതിനുണ്ട്. അതിനെ ദേശീയ തലത്തിൽ ഏറ്റവും നന്നായി പ്ലേസ് ചെയ്ത് മഹാത്മാഗാന്ധിയാണ്. അവിടെ ഒരു കാര്യം കൂടെ നോക്കണം. മഹാത്മാഗാന്ധിയുടെ നേരിട്ടുള്ള ഒരു കൊട്ടേഷൻ ഞാൻ വായിക്കാം. അതായത് മഹാത്മാഗാന്ധിയോട് രാമരാജ്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ മഹാത്മാഗാന്ധി ആദ്യം പറയുന്നത്, രാമരാജ്യം എന്ന് പറഞ്ഞാൽ ഹിന്ദു രാജ്യമെന്നോ ഹിന്ദു അധികാരമെന്നോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. രാമരാജ്യം എന്ന് പറഞ്ഞാൽ കിങ്ഡം ഓഫ് ഗോഡ്, അത് യേശുക്രിസ്തുവിന്റെ പ്രയോഗമാണ്. കിങ്ഡം ഓഫ് ഗോഡ് എന്നോ ഡിവൈൻ രാജ്യമെന്നോ ഒക്കെയാണ്. മഹാത്മാഗാന്ധി കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്യുമ്പോൾ അത് ഖലീഫയുടെ സ്വപ്ന രാജ്യവും യേശുവിന്റെ സ്വർഗ്ഗരാജ്യവുമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ രാമരാജ്യം എന്ന് ഗാന്ധിജി ഉന്നയിക്കുന്നത് വളരെ ഇൻക്ലൂസീവായ, പ്ലൂറലിസ്റ്റിക്കോ സെക്കുലറോ ഒക്കെ ആയ ഒരു സ്പേസ് ആണ്. അവിടെയാണ് ശ്രീരാമൻ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും നമ്മുടെ ശബരിമലയുടെ പേര് പോലും ശ്രീരാമനും ശബരിയുമായും ഒക്കെ ബന്ധപ്പെട്ടാണ് വരുന്നത്. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ആത്മീയ സാന്നിധ്യമുള്ള അലാമ ഇക്ബാൽ, സാരേ ജാം സെ അച്ഛ എഴുതിയ അലാമ ഇക്ബാൽ, ഇമാമെ ഹിന്ദ്, ഇന്ത്യയുടെ ഇമാമാണ് ശ്രീരാമൻ എന്ന് വരെ പറയുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ വലിയൊരു കൾച്ചറൽ സ്പേസ് ആണ്. രണ്ട്, നമുക്കെല്ലാം അറിയുന്ന പോലെ അയോധ്യ, ഫൈസാബാദ് യഥാർത്ഥത്തിൽ BJP കഴിഞ്ഞ ഇലക്ഷനിൽ തോക്കുകയാണ് ചെയ്തത്. അത് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. അവിടുത്തെ പ്രോപ്പർട്ടി ഒക്കെ എടുത്തപ്പോൾ ഒരുപാട് ആൾക്കാർ അരികുവൽക്കരിക്കപ്പെട്ടു, അപരവൽക്കരിക്കപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങൾ. ഇന്നും ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ഇന്ന് മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നെങ്കിൽ RSSനോട് പറയുന്ന ഏക കാര്യം, മഹാത്മാഗാന്ധി പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഒരുപക്ഷെ അഭിലാഷന്റെ ചില ചർച്ചകൾ സൂചിപ്പിച്ച പോലെ വർഡയിലെ ക്യാമ്പിൽ പോയിട്ടുണ്ട്, ഗുരുജി ഗോൾവൽക്കറുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്. മഹാത്മാഗാന്ധി അന്നും ഇന്നും ഒരുപക്ഷെ എന്നും RSSനോട് പറയുന്നത് നമുക്ക് ഹിന്ദു ഐക്യം വേണം, RSSന്റെ ജാതീയതക്കെതിരെയുള്ള, അൺടച്ചബിലിറ്റിക്കെതിരെയുള്ള നീക്കം ഒക്കെ നല്ലതാണ്, പക്ഷെ അതോടൊപ്പം മുസ്ലിം വിരോധം വേണ്ട. RSSന്റെ ഡിസിപ്ലിനെ ഒക്കെ മഹാത്മാഗാന്ധി ആദരിച്ചിരുന്നു. അതോടൊപ്പം ഈ കാലത്ത് ഈ കോർപ്പറേറ്റ് വൽക്കരണമെന്നോ അല്ലെങ്കിൽ അമിതമായ കൊമേഴ്ഷ്യലൈസേഷൻ പോലുള്ള ആംഗിളുകൾ അത് റെസിസ്റ്റ് ചെയ്യണം. സംഘത്തിലെ മുതിർന്ന ആൾക്കാരെല്ലാം അത് പലപ്പോഴും റെസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷേ രാമക്ഷേത്രത്തിന്റെ കാര്യത്തിൽ വലിയൊരു പാതകമാണ് സംഭവിച്ചത്. അതിന്റെ കാര്യം എന്താ അറിയോ അഭിലാഷ്? നാഷണൽ മീഡിയയിലടക്കം ഈ മുക്ത് കരോ മന്ദിർ ഞങ്ങളൊക്കെ ക്യാമ്പയിൻ ചെയ്യുന്നതാണ്. അതായത് ക്ഷേത്രങ്ങളുടെ അധികാരം വിശ്വാസികൾക്ക് തരണം എന്നൊക്കെ പറഞ്ഞ് ഞാനടക്കമുള്ളവർ ക്യാമ്പയിൻ ചെയ്യുന്നതാണ്. പക്ഷെ ഇന്ന് അങ്ങനെ ചോദിക്കാൻ പോലുമുള്ള സ്പേസ് ഇല്ലാതായി. ഈ കിട്ടിയിട്ട് എന്തിനാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറുപടിയില്ല. അത് വളരെ വളരെ മർമ്മപ്രധാനമായിട്ടൊരു കാര്യമല്ലേ രാഹുൽ ഈശ്വർ? ഇപ്പോൾ ശബരിമലയിൽ ഒരു മോഷണം നടന്നതായുള്ള സൂചന വന്നപ്പോൾ അവിടെ ഇന്റർഫിയർ ചെയ്യാൻ ഹൈക്കോടതിക്ക് പറ്റി. അതിന് ഡെസിഗ്നേറ്റഡ് ആയിട്ടൊരു ബെഞ്ച് അവിടെയുണ്ട്. അക്കൗണ്ടബിൾ ആകേണ്ട ഒരു ദേവസ്വം സംവിധാനം അവിടെയുണ്ട്. നമുക്ക് നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കാം. ഒരു സ്വകാര്യ സംവിധാനമാണെങ്കിലോ ഒരു ട്രസ്റ്റ് ആണെങ്കിലോ എന്താണ് സംഭവിക്കുക എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഈ കാണുന്നത് നമ്മൾ അയോധ്യയിൽ നിന്ന്. അവിടെയാണ് ഒരു കാര്യം കൂടെ. ശ്രീ കുമ്മനം രാജശേഖരൻ ചേട്ടൻ അടക്കമുള്ള ആൾക്കാർ ക്ഷേത്ര വിമോചന പ്രസ്ഥാനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് ചെയ്യുന്നത് ഈ ഓവർ പൊളിറ്റിസൈസേഷനെതിരാണ്. പക്ഷെ ഇപ്പൊ ആ സ്പേസ് പോലും കുറഞ്ഞത് ഈ അയോധ്യ രാമക്ഷേത്രത്തിലെ വിഷയമാണ്. അവിടെയാണ് ഒരു കാര്യം, ഏത് അമ്പലമാണെങ്കിലും റൈറ്റ് ടു ഇൻഫർമേഷൻ പോലുള്ള കാര്യങ്ങൾ, അമ്പലം, പള്ളി, ആശ്രമത്തിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ വേണം. കാര്യം ഡിവോട്ടി മണി ഇൻവോൾവ് ആണ്. ആ ഡിനോമിനേഷനുള്ള ആൾക്കാർക്ക് അത് ചോദ്യം ചെയ്യാനും ഉത്തരം കിട്ടാനുള്ള അവസരം ഉണ്ടാകണം. അങ്ങനെ ഘടന
മാറ്റങ്ങൾ വേണം. നമുക്കൊരു ആന്റി സൂപ്പർസ്റ്റിഷൻ ലോ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമത്തിന്റെ ആൾക്കാരോട് യുക്തിവാദികളോട് സംസാരിച്ചു. ശ്രീ സല്ലഡബർഗ് ഫിൻലാൻഡിലുള്ള അദ്ദേഹത്തോടൊക്കെ സംസാരിച്ചു. നമുക്ക് സ്ട്രക്ചറൽ ഇത്തരം ചേഞ്ചസ് ആണ് വേണ്ടത്. കാര്യം ട്രാൻസ്പെറൻസി വേണം, അക്കൗണ്ടബിലിറ്റി വേണം. അമ്പലമാണെങ്കിലും പള്ളിയാണെങ്കിലും ആശ്രമമാണെങ്കിലും കാശ് ആരും എടുത്തോണ്ട് പോകരുത്, അത് മണി ലോണ്ടറിങ് ഉണ്ടാവരുത്, ദുർവ്യയം ചെയ്യപ്പെടരുത്. അങ്ങനെ ഘടനാപരമായ കാര്യങ്ങളിലേക്ക് നോക്കണം. എനിക്ക് വിശ്വാസമുണ്ട് മോദിജി അടക്കമുള്ള ആൾക്കാർ, കാര്യം ഈ വിഷയം രാഷ്ട്രീയത്തിന് അതീതമാണ്. മോദിജി അടക്കമുള്ള ആൾക്കാർ ഇതിൽ ഏതെങ്കിലും ഒരു ശക്തമായ നടപടി എടുക്കുകയും ആ നടപടി എടുത്തു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. കാര്യം വേറൊന്നും കൊണ്ടല്ല, ഈ വിഷയം വളരെ ആഴത്തിൽ ബാധിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് കണ്ണടച്ചിട്ടാക്കിയിട്ട് എന്ത് കാര്യ? ഈ ചെറിയ ഈ ഓട്ടോ ഓടിക്കുന്ന ടിനു യാദവ് ഇതിന്റെ മുഴുവൻ ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കൂ? അപ്പം ഘടനാപരമായി ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ രൂപ പോയിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. പിന്നെ നേരത്തെ ശ്രീ അഭിലാഷ് പറഞ്ഞ കാര്യം, ആ ലാൻഡ് ഡീലിന്റെ കാര്യം, 5 മിനിറ്റും 19 മിനിറ്റും ഗ്യാപ്പിലൊക്കെ 2 കോടിയുടെ വസ്തു 18.5 കോടി വരെ കൂടുകയാണ്. ഈ 18.5 കോടി പോകുന്ന ആരുടെ? ഭക്തരുടെ അവകാശത്തിൽ പോണേ. അതായത് 2 കോടിയുടെ വസ്തു 18.5 കോടി രൂപയ്ക്ക് മേടിക്കുമ്പോ 16 കോടി രൂപ ഒരു ഏക്കറിന് വെച്ച്, അല്ലെങ്കിൽ അങ്ങനത്തെ കണക്കാണ് പോകുന്നത്. ആരുടെ? ഭക്തരുടെ, വിശ്വാസികളുടെ. പ്രോഫിറ്റ് ചെയ്യുന്ന ആരാ? ഈ ലാൻഡ് മാഫിയോ, ലാൻഡ് ഡീലിംഗ് ചെയ്യുന്ന മാഫിയോ ആണ്. അപ്പോ ചില കാര്യങ്ങളിൽ ട്രാൻസ്പെറൻസിയും മറ്റും വേണം. അന്ന് ഇത്രയും സീരിയസ് ആയിട്ട് എടുത്തില്ല. കാര്യം എതിരാളികൾ പറഞ്ഞു വരുത്തുന്നതാണെന്നുള്ളൊരു ചിന്തയൊക്കെ വന്നിരുന്നു. കാര്യം അത് അന്നൊരു ജൂബിലൻ മൂഡായിരുന്നു. ഇന്ന് ഒരു സമഗ്ര അന്വേഷണം, ഒറ്റ കാര്യമേ ഉള്ളൂ, കോടതി മോണിറ്റേർഡ് ആയ ഒരു പ്രോബ് ഉണ്ടെങ്കിലേ ആൾക്കാർ വിശ്വസിക്കൂ. കാര്യം രാഷ്ട്രീയക്കാരല്ലല്ലോ ഈ നാട്ടിൽ, ഇന്നും കോടതിയും സൈന്യവുമാണ് നമ്മളെല്ലാം വിശ്വസിക്കുന്നത്. കോർട്ട് മോണിറ്റേർഡ് പ്രോബ് എന്ന ആ നിലപാട് ആര് ഉയർത്തിയാലും, ശ്രീ കെ സി വേണുഗോപാൽ അടക്കം ഉയർത്തിയിട്ടുണ്ട്. അത് സ്വാഗതാർഹമാണ്. ശരി, എന്തായാലും അയോധ്യയിൽ ഭൂമി സ്വന്തമാക്കുക എന്നുള്ളത് ഒരു വിശ്വാസപരമായ നിലയിൽ ഇന്ത്യയിലെ വലിയ ശതകോടീശ്വരന്മാർ, പണക്കാർ ഒരു പ്രധാനപ്പെട്ട കാര്യമായി കണ്ടതുകൊണ്ട് അവര് മോഹവിലയ്ക്ക് അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏത് തുക എന്ന് പോലും നോക്കാതെ അവിടെ ഭൂമി വാങ്ങി. ആ ഡീലിൽ എത്ര വലിയ തോതിലുള്ള മാറ്റം മറിച്ചിലാണ് ഉണ്ടായിട്ടുള്ളത്. ആദ്യം വാങ്ങിയ ഭൂമി 2 കോടിക്കാണെങ്കിൽ പിന്നെ കൊടുത്തത് 18 കോടിക്കാണ്. എത്ര വലിയ ഡിഫറൻസ് വന്നു. അതിനിടയ്ക്ക് സംഭവിച്ചത് എന്താണ്? ഇത് 4-5 വർഷം മുമ്പ് നടന്നിട്ടുള്ള കാര്യമാണ്. അതെന്ത് എന്നുള്ളതിനെ കുറിച്ചുകൂടിയുള്ള വെളിച്ചം വീശലായി മാറുകയാണ് പുതിയ വിവാദങ്ങൾ. അഡ്വക്കേറ്റ് എ രാജേഷ്, ഇതിനുള്ള പരിഹാരം എന്ത് എന്ന ചോദ്യം വരുമ്പോൾ, അപ്പോൾ കേരളത്തിൽ ദേവസ്വം ബോർഡിന് കീഴിലാണ് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ. അതിനൊരു സംവിധാനമുണ്ട്, സ്റ്റാറ്റ്യൂട്ടുണ്ട്, മറ്റു തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു സ്വകാര്യ ട്രസ്റ്റിനെ സംബന്ധിച്ച് എത്രയായാലും അതിന് പരിമിതികളുണ്ട്. ഇവിടെ റൈറ്റ് ടു ഇൻഫർമേഷൻ കൊടുക്കാം, ഒരു വലിയ വിവാദം വരുമ്പോൾ അന്വേഷണം നടത്താം എന്നുള്ളതിനപ്പുറത്ത് ദേവസ്വം ബോർഡ് പോലെ അക്കൗണ്ടബിൾ ആയിട്ടുള്ള സംവിധാനങ്ങളല്ല ഈ പ്രൈവറ്റ് ട്രസ്റ്റുകൾ. ഈ തരത്തിലുള്ള ട്രസ്റ്റുകൾ വെച്ച് നിലവിലുള്ള ടെമ്പിൾ അഡ്മിനിസ്ട്രേഷനെ റീപ്ലേസ് ചെയ്യണം എന്ന് പറയുന്ന വാദത്തിനു കൂടിയുള്ള ഒരു മറുപടിയാണോ ഇപ്പോൾ അയോധ്യയിൽ നിന്ന് വരുന്നത്? തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ വെക്കേഷനാണ്. ജൂലൈ 12 വരെ സുപ്രീം കോടതി അവധിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം, ഈ അയോധ്യയിൽ നടന്നിട്ടുള്ള തിരിമറി സംബന്ധിച്ചിട്ടുള്ള പ്രാധാന്യം സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് 1-2 തവണ സുപ്രീം കോടതിയിൽ പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞ കാരണം ഇതാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇലക്ട്രോണിക് എവിഡൻസ്, ഇപ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഈ തുക എങ്ങനെ പോയി എങ്ങോട്ട് പോയി, എത്ര വന്നു, അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവെന്ന് പറയുന്നത് ഇലക്ട്രോണിക് എവിഡൻസ് ആണ്. CCTV ഫുട്ടേജ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇലക്ട്രോണിക് എവിഡൻസ് നശിപ്പിക്കപ്പെടും എന്നുള്ള ഒരു ആശങ്കയാണ് സുപ്രീം കോടതിയിൽ വെക്കേഷൻ സമയത്ത് ഉന്നയിച്ചത്. ഏതായാലും അത് സുപ്രീം കോടതി പരിഗണിച്ചില്ല. ജൂലൈ 12 ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കും എന്നുള്ള നിലയിലാണ് സുപ്രീം കോടതിയിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഈ കാര്യങ്ങൾ ഇത്രയും ഇതിപ്പം നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ഇഷ്യൂ ആയതിനാൽ തീർച്ചയായിട്ടും സുപ്രീം കോടതി ഇതിനകത്ത് ഇടപെടലുണ്ടാവും. സുപ്രീം കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ഒരന്വേഷണം വന്നാൽ നമ്മളിവിടെ സൂചിപ്പിച്ച ഒരു അപ്രിഹെൻഷൻ ഉണ്ടാവാൻ ഇടയില്ല. കാരണം അതല്ലാതെ മാർഗമില്ല. ഇപ്പം നമ്മുടെ രാജ്യത്തുള്ള അന്വേഷണ ഏജൻസികളെ വെച്ച് അന്വേഷിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് വേറെ മാർഗമില്ല. അപ്പോൾ കോർട്ട് മോണിറ്റേർഡ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സത്യസന്ധമായ അന്വേഷണ ഏജൻസിക്ക് എപ്പോഴും കോടതിയോട് ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ ആ നിലയിൽ ബന്ധപ്പെട്ട തെളിവുകൾ എത്രയും പെട്ടെന്ന് അന്വേഷണ ഏജൻസിയുടെ കൈവശത്തിൽ എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസിയുടെ കയ്യിലുള്ളത്. ബാക്കി പൊളിറ്റിക്കലായിട്ടുള്ള കാര്യം, ഇപ്പോൾ ധാർമ്മികമായ ഉത്തരവാദിത്വം ചിലപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടികൾക്കുണ്ടാവാം. പക്ഷേ ലീഗലി ആരൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഈ ഇഷ്യൂവിൽ ബന്ധപ്പെട്ടിട്ടുള്ളതെന്നുള്ളത് സംബന്ധിച്ച് അന്വേഷണ ഏജൻസിക്ക് മാത്രമേ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ഭരണം, ട്രസ്റ്റിൻ്റെ, അത് തീർച്ചയായിട്ടും സ്വകാര്യ ട്രസ്റ്റ് വരുമ്പം അതിലൊരു ട്രാൻസ്പെറൻസി ഇല്ല. ഇപ്പം
ഇത് ഗവൺമെന്റിന്റെ കീഴിലുള്ള ഏതെങ്കിലും അല്ലെങ്കിൽ ഗവൺമെന്റിനോട് അക്കൗണ്ടബിലിറ്റി ഉള്ള അല്ലെങ്കിൽ കോടതിയോട് അക്കൗണ്ടബിലിറ്റി ഉള്ള ഒരു സംവിധാനത്തിലാണ് ഇതിന്റെ നിയന്ത്രണം, ഭരണ നിയന്ത്രണമെങ്കിൽ ഇത്രയും ഒരു ഇഷ്യൂ ആവുന്ന പ്രശ്നമില്ല. ഇതിപ്പം കാര്യങ്ങൾ പുറത്തു വന്നതനുസരിച്ച് ഇത് സ്വകാര്യ ട്രസ്റ്റ് ആകുമ്പോൾ നേരത്തെ സിനിമ ഡയലോഗ് കോട്ട് ചെയ്ത പോലെയുള്ള ഒരു സംശയത്തിന് ഇടയാക്കാൻ കാരണമുണ്ട്. അപ്പം ഇത് തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് ഇതിന്റെ ഭരണം ഗവൺമെന്റിന്റെയും കോടതിയുടെയും മേൽനോട്ടത്തിൽ പോയില്ല എന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും ആവർത്തിക്കപ്പെടും. കാരണം ഇപ്പൊ എൻ്റെ പരിമിതമായ ഇത് ഞാൻ മനസ്സിലാക്കിയിരുന്നത്, ഇത് എത്ര അന്വേഷണം നടത്തിയാലും ഇപ്പൊ ഇലക്ട്രോണിക് എവിഡൻസ് എടുത്താൽ പോലും ഇത് കൃത്യമായി ഇതിൽ എത്ര രൂപ ഇതിനകത്ത് അല്ലെങ്കിൽ എത്ര അതുമായി സ്വർണ്ണമോ അല്ലെങ്കിൽ കിട്ടിയ മെറ്റീരിയൽസ് എത്രയാണ് നഷ്ടപ്പെട്ടതെന്ന് കൃത്യമായി അസസ് ചെയ്യാനും അത് ആരൊക്കെയാണ് ഇതിനകത്ത് ബന്ധപ്പെട്ടതെന്ന് ഓരോ പ്രതികളുടെ റോൾ ഓർ കോംപ്ലിസിറ്റിയിലോട്ട് എത്താനായിട്ട് ഒരുപാട് തടസ്സങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ എന്തായാലും ചെയ്യാവുന്നത് SIT കോടതിയോട് അക്കൗണ്ടബിൾ ആവുന്ന തരത്തിലുള്ള അന്വേഷണം വരണം. അത് വരുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ശരി, ഇനിയിപ്പോൾ ശ്രീ VR അനൂപ് നേരത്തെ ഒരു വിഷയം ഉന്നയിച്ചില്ലേ, രാമൻ ഇനി എങ്ങനെയാകും BJPക്ക് ഇനി ഒരു രാഷ്ട്രീയ ബിംബമാകാൻ, രാഷ്ട്രീയ ചിഹ്നമാകാൻ രാമന് പറ്റില്ല, അത് തിരിച്ചടിക്കുമെന്നൊക്കെ യോഗി ആദിത്യനാഥിന്റെ സമീപ ദിവസങ്ങളിലെ പ്രസ്താവനകൾ നോക്കൂ. അദ്ദേഹം അഖിലേഷ് യാദവിനോട് ചോദിക്കുന്നത്, നിങ്ങളുടെ നിലപാടെന്താണ് കൃഷ്ണ ജന്മഭൂമി വിഷയത്തിൽ? മധുരയിൽ കൃഷ്ണ ജന്മഭൂമിയിൽ ക്ഷേത്രം ഉയരണം എന്ന കാര്യത്തിൽ നിങ്ങൾ അഭിപ്രായം പറയൂ. നോക്കൂ, രാമന്റെ വിഷയം അവിടെ യോഗി ആദിത്യനാഥ് മാറ്റിയിരിക്കുന്നു, രാമനിൽ നിന്ന് കൃഷ്ണനിലേക്ക് മാറിയിരിക്കുന്നു. ഒരു യാദവ പാർട്ടിയാണ്, ഒരു യാദവനാണ് അഖിലേഷ് യാദവ്. വളരെ സെൻസിറ്റീവായ ഇഷ്യൂ ആണ്. മധുരയിൽ നിങ്ങളുടെ നിലപാട് പറ എന്ന് പറയാൻ മാത്രം, അല്ലെങ്കിൽ ആ നിലയ്ക്ക് ഈ വിഷയങ്ങളെ ടേൺ ചെയ്യാൻ മാത്രമുള്ള രാഷ്ട്രീയമായ അതല്ലെങ്കിൽ വർഗീയമായ അടിത്തറ ഉത്തർപ്രദേശിൽ BJPയെ സംബന്ധിച്ച് വളരെ കൃത്യമാണ്. അതുകൊണ്ട് ഈ വിഷയം കൊണ്ട് അവര് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകുമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ? എന്നോടാണോ? ശ്രീ അനൂപിനോട്. അല്ല, ഇവിടെ രാമനെ വിട്ടു എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. ഇപ്പൊ കൃഷ്ണനിലേക്ക് വരിക. കൃഷ്ണൻ പ്രത്യേകിച്ചും അങ്ങ് സൂചിപ്പിച്ചതുപോലെ കൃഷ്ണൻ ഒരു OBC കൾട്ട് കൂടിയാണ്. യാദവ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കും പോലും അതിൽ നിന്നും മനസ്സിലാക്കുന്ന ഒരു കാര്യം, ശ്രീരാമന്റെ പേര് ഉച്ചരിക്കാനുള്ള ആത്മവിശ്വാസം യോഗി ആദിത്യനാഥിന് പോലും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പൊ കൃഷ്ണനിലേക്ക് തിരിയാണ്. അപ്പോൾ ഇത് വളരെ കൃത്യമായി ഇതൊരു ധാർമ്മിക പ്രശ്നമായി. BJP ഇത്രയും കാലം അടിത്തറയിട്ടൊരു രാഷ്ട്രീയം അവർക്ക് നഷ്ടപ്പെട്ടു എന്നതിൻ്റെ സൂചകമാണെന്നേ. ഇപ്പോൾ ഇവിടെ ഷാബു പ്രസാദ് പറഞ്ഞത് എന്താ, ഇത് അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ രാവണൻ മാറെന്ന് പറയുമ്പോൾ അങ്ങ് പോലും ചോദിച്ചൊരു ചോദ്യം, രാവണന് പോലും കുറേ ധാർമ്മികമായ മൂല്യങ്ങളുണ്ട്, പക്ഷെ അതുപോലുമില്ലാത്ത ശ്രീരാമനെ കച്ചവടം ചെയ്യുന്ന ആ പേര് ഉപയോഗിക്കുന്ന ആളുകളായി അവർ മാറിയിരിക്കുകയാണ്. ഇതിൽ ആർക്കാ സംശയമുള്ളത്? ഇവിടെ ഇതിനകത്ത് കുറ്റവാളികൾ പിടിക്കപ്പെടും, തെറ്റ് ചെയ്തവരാരായാലും ശിക്ഷിക്കപ്പെടുമെന്ന് പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പല്ലേ, ഷാഹു പ്രസാദിന് പോലും വിയോജിക്കാൻ കഴിയില്ലല്ലോ. ആര് പിടിക്കപ്പെട്ടാലും RSSുമായി ബന്ധമുള്ള ആളുകളാ. ഇതിൽ RSSുമായി ബന്ധമില്ലാത്ത ആരും ഇല്ലെന്നേ. ഇതിൽ RSSുമായി ബന്ധമില്ലാത്ത ആരാ ഉള്ളത്? എല്ലാ ആളുകളും RSSുമായി ബന്ധപ്പെട്ട ആളുകളാ. അന്ന് വെച്ച ഈ പറയുന്ന ട്രസ്റ്റ് എന്ന് പറയുന്നത് രാഷ്ട്രീയമായി രാമജന്മഭൂമി പ്രക്ഷോഭത്തിന്റെ മുൻനിര പോരാളികളായിരുന്ന ആളുകളാ. അങ്ങനെയുള്ള ആളുകളെ അവിടെ വെക്കുന്നു. ആ രാമജന്മഭൂമിയുടെ ഈ പറയുന്ന അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നടത്തിപ്പ് ഏൽപ്പിക്കുമ്പോൾ നിങ്ങൾ ശ്രീരാമക്ഷേത്രവും കൈകാര്യം ചെയ്യാൻ യോഗ്യരല്ല എന്ന് തെളിയിക്കപ്പെടല്ലേ. ഇനി ശ്രീരാമന്റെ നാമം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ജനങ്ങൾക്ക് മുമ്പിൽ കൂടുതൽ വെളിവാകുക. ആര് കുറ്റവാളിയായി പിടിക്കപ്പെട്ടാലും അത് വിരൽ ചൂണ്ടുന്നത്, അതിൻ്റെ ഒരു വിരൽ നീളുന്നത് RSSന് നേരെയാ, സംഘപരിവാറിന് നേരെയാ, പരിവാർ പ്രസ്ഥാനങ്ങൾക്ക് നേരെയാ. ഇനി ഒരു കാര്യം ഉറപ്പാണെന്നേ, നിങ്ങൾ എന്ത് പറഞ്ഞ് ഞങ്ങളാണ് ശ്രീരാമൻ്റെ ആളുകൾ എന്ന് എന്ത് പറഞ്ഞ് നിങ്ങൾ ജനങ്ങളെ അഭിമുഖീകരിക്കും? നിങ്ങൾ ശ്രീരാമനെ കച്ചവടം ചെയ്ത ആളുകളല്ലേ. നിങ്ങൾ ഈ പറഞ്ഞ രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്ത പാതകങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അത് വലിയൊരു പർവ്വത സമാനമായി നിൽക്കുകയല്ലേ. നേരത്തെ പറഞ്ഞ ശ്രീരാമനെ ഉപയോഗിച്ച് ഭൂമി കച്ചവടം, ശ്രീരാമനെ ഉപയോഗിച്ച് നിയമന തട്ടിപ്പ്, ശ്രീരാമനെ ഉപയോഗിച്ച് ഈ പറയുന്ന വലിയ കളവ് നടത്തുന്നു, ഈ പറയുന്ന ഡ്രൈവർമാരെ പോലുള്ള ആളുകൾ അതിസമ്പന്നരാകുന്നു. ശ്രീരാമനെ നിങ്ങൾക്ക് സമ്പത്ത് ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ഉപകരണമായി നിങ്ങൾ ഉപയോഗിക്കാന്നേ. ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അമ്പലക്കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയ ആളുകളായി നിങ്ങൾ മാറി. ഇത്രയും കാലം നിങ്ങൾ സാധാരണക്കാരായ വിശ്വാസികളെ പറ്റിച്ച എന്താ?
ഞങ്ങളാണ് ശ്രീരാമന്റെ പ്രതിനിധികൾ. രാമജന്മഭൂമി പ്രക്ഷോഭത്തിന് മുൻനിരയിൽ നിന്ന് ശ്രീരാമന്റെ വീണ്ടെടുത്ത ആളുകളാണെന്ന് പറയുന്നതിൽ നിന്ന് നിങ്ങൾ ശ്രീരാമനെ കച്ചവടം ചെയ്യുന്ന ആളുകളായി മാറിയിരിക്കുക. നിങ്ങൾക്കുള്ളത് കേവലം മുസ്ലിം വിരോധവും മാത്രമാണെന്നും മറിച്ച് ശ്രീരാമനോടുള്ള താല്പര്യമില്ലെന്നും ഒരിക്കൽ കൂടി വെളിവാക്കപ്പെടുകയാണ്. അതിനൊക്കെ മറുപടി ആവശ്യമുണ്ട് ശ്രീ ഷാബു പ്രസാദ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാവണൻ ഒരു സാമാന്യ മര്യാദയൊക്കെ കാണിച്ചിട്ടുണ്ട്. സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുപോയി എന്നല്ലാതെ സീതാദേവിയെ ഉപദ്രവിച്ചിട്ടില്ല രാവണൻ. പക്ഷെ നോക്കൂ, ഇവിടെ ഈ കൊള്ളയടിച്ചിട്ടുള്ള ഈ കള്ളം നടത്തിയിട്ടുള്ള ആളുകൾ ആലോചിക്കണ്ടേ? എന്തെല്ലാം ചെയ്തിട്ടാണ്? വിഗ്രഹം പാതിരാത്രിയിൽ കൊണ്ടുവച്ചത് ഞങ്ങളാണ്, അത് കഴിഞ്ഞ് പ്രക്ഷോഭം ഉണ്ടാക്കിയത് ഞങ്ങളാണ്, അത് കഴിഞ്ഞ് പള്ളി പൊളിച്ചത് ഞങ്ങളാണ്, അതെല്ലാം കഴിഞ്ഞ് ഒരു വലിയ പൊളിറ്റിക്കൽ ടെമ്പോ ഒക്കെ ഉണ്ടാക്കി ഫൈനലി കോടതി വിധിക്ക് ശേഷം അമ്പലം പണിതതും ഞങ്ങളാണ്. ആ ഞങ്ങൾ തന്നെ ദേവന്റെ മുതൽ കട്ടെടുക്കാൻ പാടില്ല എന്നൊരു സാമാന്യ മര്യാദ അവർക്കുണ്ടായില്ലല്ലോ. അതാണല്ലോ അതിനകത്തെ അടിസ്ഥാനപരമായ പ്രശ്നം. പുറമേക്ക് നിന്നുള്ള ആരും വന്ന് കൊള്ളയടിച്ചതല്ല. പണ്ട് ഈ വലിയ സാമ്രാജ്യങ്ങളുടെ കാലത്ത് പുറത്തു നിന്നുള്ള ഗസ്നിയും ഗോറിയും ഒക്കെ വന്നിട്ട് ഇവിടുത്തെ ക്ഷേത്രങ്ങൾ, സോമനാഥ ക്ഷേത്രമൊക്കെ പ്ലണ്ടർ ചെയ്തിട്ടുണ്ട്, കൊള്ളയടിച്ചിട്ടുണ്ട്. അതും ഇതും തമ്മിൽ എന്താ വ്യത്യാസം? അകത്തിരുന്ന് കൊള്ളയടിക്കുന്നതും പുറത്തുനിന്ന് വന്ന് കൊള്ളയടിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസം വല്ലതും ഉണ്ടോ? അഭിലാഷ, ഞാൻ എല്ലാത്തിനും ഉത്തരം പറയാം. അത് അനാവശ്യമായി ഇടപെടരുത് എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇവിടെ അനൂപ് പറഞ്ഞ ചില വാചകങ്ങളൊന്ന് ഞാൻ എടുത്തു പറയുകയാണ്. അതായത് BJPക്കും സംഘപരിവാറിനും ശ്രീരാമനെ പറ്റി പറയാനും ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഈ ധാർമ്മികത പറയാനുള്ള അവകാശം ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഇതുവരെ അതുണ്ടായിരുന്നു എന്ന് അദ്ദേഹം സമ്മതിച്ചല്ലോ. സന്തോഷം. അങ്ങനെ പ്ലീസ് അനൂപ പ്ലീസ്. പിന്നെ മറ്റൊന്ന്, ഇവിടെ ഈ ഭൂമി കുംഭകോണത്തെ പറ്റി പറഞ്ഞു. ഇതേപോലെ കഴിഞ്ഞ തവണ UP ഇലക്ഷൻ അടുത്ത് വന്ന സമയത്താണ് ആ ഒരു വലിയ ആരോപണം ഉയർന്നത്. ആ ആരോപണവുമായി എന്തെങ്കിലും തെളിവുകളുമായി ആരെങ്കിലും കോടതിയിൽ പോയോ? അല്ലെങ്കിൽ ശരി, BJPയെ വിശ്വാസമില്ല, ഉത്തർപ്രദേശ് സർക്കാരിനെ വിശ്വാസമില്ല, കേന്ദ്ര സർക്കാരിനെ വിശ്വാസമില്ല, എല്ലാവർക്കും കോടതിയെ വിശ്വാസമില്ല. ഈ കോടതിയെ എന്തെങ്കിലും സമീപിച്ച് ഇവിടെ ഒരു വലിയ കുംഭകോണം നടക്കുന്നു, ബഹുമാനപ്പെട്ട കോടതി ഇടപെട്ട് ഇതിൻ്റെ അകത്തൊരു അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു നീക്കം നടത്തിയോ? നടത്തിയിട്ടില്ല. ഇനി ഇപ്പം ഇവിടെ എല്ലാവരും SIT അന്വേഷണം, SIT കോടതി നിരീക്ഷണത്തിൽ, സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിൽ നടത്തണം എന്ന് എനിക്കും അതിൻ്റെ അകത്ത് യാതൊരു വിജയവുമില്ല, സന്തോഷമേ ഉള്ളൂ. ഇനി ഈ സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണത്തിലും ഈ പറഞ്ഞതുപോലെ ഈ ചമ്പത്രായിയോ അല്ലെങ്കിൽ RSS നേതൃത്വത്തിനോ ഇങ്ങനെയുള്ളവരെ പങ്കില്ല എന്ന് തെളിഞ്ഞു എന്നിരിക്കട്ടെ. ഞാനൊരു സിറ്റുവേഷനാണ്, ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും അഭിലാഷേ നിങ്ങളുടെയൊക്കെ നിലപാട്? ഈ കോടതി വിവേചനം കാണിച്ചു, ഈ കോടതി സംഘിക്കോടതിയാണ്. അതായത് ഈ 2019 വിധിയെ ഇപ്പോഴും അംഗീകരിക്കാത്തവരും, അതായത് കോടതി വിവേചനം കാണിച്ചു എന്ന് ആരോപിക്കുന്ന ഇവർ തന്നെയാണ് പറയുന്നത് ഇത് കോടതിയുടെ നിരീക്ഷണത്തിലാണെങ്കിൽ വിശ്വാസ്യത ഉണ്ടാവുമെന്ന്. ഇനി കോടതിയുടെ നിരീക്ഷണത്തിൽ വരുന്ന അന്വേഷണത്തിന്റെ ഫലം ഇങ്ങനെയാണെങ്കിൽ അപ്പോഴും ഇവർക്ക് തന്നെയായിരിക്കും പറയുക. ഞാൻ ഒരു ചെറിയ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഇപ്പൊ കേരളത്തിലെ ശബരിമലയിൽ മോഷണ ആരോപണം വന്നു, സ്വർണ്ണ മോഷണ ആരോപണം വന്നു. ആ മോഷണം അന്വേഷിക്കുന്നത് കോടതി നിയോഗിച്ച, കോടതി തന്നെ കണ്ടെത്തിയിട്ടുള്ള അന്വേഷണ സംഘമാണ്. അന്ന് എന്താ സംഘപരിവാർ സഹയാത്രികർ പറഞ്ഞത്? പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ അന്വേഷണത്തിൽ അദ്ദേഹത്തിന്റെ പോലീസാണ് അന്വേഷിക്കുന്നത്, അതുകൊണ്ട് ഈ അന്വേഷണം ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റാത്ത അന്വേഷണമാണെന്നല്ലേ കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തെ കുറിച്ച്? ഇപ്പൊ കോടതിയുടെ മേൽനോട്ടം പോലും ഇല്ലാത്ത അന്വേഷണമാണ്. ആ അന്വേഷണം എന്ന് പറയുന്നത് പാലുപോലെ ശുദ്ധമായിരിക്കും എന്ന് വിശ്വസിക്കണം അല്ലേ? അല്ല, പാലുപോലെ ശുദ്ധമായ ഒരു അന്വേഷണം സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിൽ വന്നാലും ആ അന്വേഷണ റിപ്പോർട്ട് വരുമ്പോഴും നിങ്ങൾ ഇതൊക്കെ തന്നെ ആയിരിക്കും അഭിലാഷേ പറയുക. അന്വേഷണ റിപ്പോർട്ടിനെ കുറിച്ച് ഇപ്പോഴേ ഇത്രയും കോൺഫിഡൻസ് എവിടെ നിന്നാണോ? പ്രത്യേകിച്ച് ഒരു കോൺഫിഡൻസ് ഇല്ല. ആരാണെങ്കിലും ഇതിൻ്റെ അകത്ത് കുടുങ്ങണം. ഇപ്പൊ അനൂപ് പറഞ്ഞ പോലെ ശരിയാണ്, ട്രസ്റ്റിനെ നിയോഗിച്ചതും ട്രസ്റ്റിന്റെ നേതൃത്വത്തിലും ഒക്കെ എല്ലാം സംഘപരിവാർ ബന്ധമുള്ളവരാണ്. അതിൻ്റെ അകത്ത് സംഘപരിവാർ ബന്ധമുള്ളവർ തന്നെയാണ് അതിൻ്റെ അകത്ത് കുടുങ്ങുന്നതെങ്കിൽ കുടുങ്ങണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒരു സംശയവുമില്ല കാര്യത്തിൽ. പക്ഷേ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഇവിടെ നമ്മുടെ മുമ്പിൽ എത്രയോ കോടതി നിരീക്ഷണത്തിൽ നടന്ന അന്വേഷണങ്ങളുടെ റിപ്പോർട്ടുണ്ട്. ഇപ്പം സാക്ഷാൽ നരേന്ദ്രമോദി ഗുജറാത്തിൽ സർവശക്തനായ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ 10 മണിക്കൂറാണ് കോടതി നിയോഗിച്ച CBI സംഘത്തിന്റെ മുമ്പിൽ അദ്ദേഹം ഹാജരായത്.
അദ്ദേഹം അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞത്. അല്ലാതെ പനി പിടിച്ച് കിടക്കുകയും നെഞ്ചുവേദനയും വരികയും ഒന്നും ചെയ്തില്ല. ആ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ, അന്നും അതും UPI ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ, ആ റിപ്പോർട്ടിനെ ഇവർ അംഗീകരിച്ചിട്ടുണ്ടോ എന്നെങ്കിലും? ആ റിപ്പോർട്ട് വന്നതിന് ശേഷം ഇപ്പോഴും ഇവർ പറയുന്നത് മരണത്തിന്റെ വ്യാപാരിയും ഗുജറാത്തിലെ കൊലയാളി എന്നല്ലേ? അപ്പം ഈ പറയുന്ന കോടതി നിരീക്ഷണത്തിലുള്ള അന്വേഷണങ്ങളോടും ഇവരുടെ നിലപാട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഈ അല്ല ഒരു മിനിറ്റ് കൂടെ, ഒരു മിനിറ്റ് ഒന്നും വേണ്ട, അത്രയുള്ളൂ. പിന്നെ ഈ രാമഭക്തിയോടുള്ള അവകാശവും ആർക്കൊക്കെ പറയണം, ധാർമ്മികാവകാശങ്ങളുടെ തിട്ടൂരവും തീരുമാനങ്ങളും ഒന്നും AIC ഓഫീസിലും സോണിയാഗാന്ധിയൊന്നും അല്ല അനൂപ എടുക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ വെറും മോഹങ്ങളാണ്. അവരല്ല എടുക്കുന്നത്. അത് ഈ നാട്ടിലെ ജനങ്ങൾ. പിന്നെ അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് അവസാനം പറഞ്ഞു വെച്ച അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇത് ചോദ്യം ചെയ്യും. ഇവരുടെ ഉദ്ദേശം അതേ ഉള്ളൂ. തെരഞ്ഞെടുപ്പും രാഷ്ട്രീയവും മാത്രമേ ഉള്ളൂ. അല്ലാതെ ശ്രീരാമൻ ഉപയോഗിച്ച് ഉള്ള ബന്ധത്തിന് എത്രയോ കാലത്തെ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചിട്ടില്ലല്ലോ. അല്ല, ഞാൻ പറയാം ഒന്നുകൂടെ ഒറ്റ കാര്യം. 1989 BJPയുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു. അത് മുതൽ അല്ല, ഈ 89 പാർലമെന്റ് ഇലക്ഷൻ രാജീവ് ഗാന്ധി തുടങ്ങിയത് എവിടെ നിന്നായിരുന്നു അഭിലാഷേ? അയോധ്യയിൽ നിന്ന്. അയോധ്യയിൽ അന്ന് ഇവർ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നതാരെന്നറിയോ? മുമ്പിൽ നിർത്തിയത് അന്ന് അരുൺ ഗോവിൽ, അതായത് രാമായണം സീരിയലിൽ ശ്രീരാമനായി വേഷമിട്ട അരുൺ ഗോവിലിനെ മുമ്പിൽ നിർത്തിയാണ്. ദാ ശ്രീരാമൻ ഞങ്ങളുടെയാണ്, ആ ശ്രീരാമൻ നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞ് ഈ രാജ്യത്ത് പ്രചരണം നടത്തിയവരാണ് ഇവര്. ശരി, ആ വിമർശനം ഞാൻ തള്ളുന്നില്ല. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കളുടെ അവസരം. അല്ല, അതിനകത്ത് എനിക്കൊരു ചോദ്യമുണ്ട്. ശരി, ഇപ്പൊ ഈ VHP യെ കുറിച്ച്, അതിന്റെ ട്രസ്റ്റിനെ കുറിച്ച്, അവരുടെ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചൊക്കെ പറഞ്ഞു. നോക്കൂ, അയോധ്യയിൽ ഈ ക്ഷേത്രത്തിന്റെ കല്ലിട്ടത് ആരാണ്? പോട്ടെ, പ്രാണപ്രതിഷ്ഠയ്ക്ക് യജമാനനായിരുന്നത് ആരാണ്? രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്, ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. അല്ല, കല്ലിട്ടത് ആരാണ്? കാമേശ്വർ ചൗപ്പാൽ എന്ന് പറയുന്ന ഒരു ദളിതനാണ് കല്ലിട്ടത്. ആദ്യ കല്ലിട്ടത് കാമേശ്വർ ചൗപ്പാൽ എന്ന് പറയുന്ന ഒരു ദളിതനാണ്. അല്ല, ആരാണ് അതിന്റെ മുഖ്യ കാർമ്മികനായിരുന്നത് എന്നുള്ളതാണ് ചോദ്യം. അല്ല, അവിടെ എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ. ശ്രീ രാഹുൽ, ഇതിപ്പോ ഈ VHPയുടെ, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അല്ലെങ്കിൽ ചമ്പത് റായിയുടെ റെസ്പോൺസിബിലിറ്റിക്ക് അപ്പുറത്ത് ഇത് ഭരണകൂടം തന്നെ മുൻകൈ എടുത്ത് സാധ്യമാക്കിയിട്ടുള്ള BJPയുടെ പോൾ പ്രോമിസ് കൂടിയാണ്. രാമക്ഷേത്രം കഴിഞ്ഞ 2024 ഇലക്ഷന്റെ പ്രധാനപ്പെട്ട വിഷയം എന്തായിരുന്നു? രാമക്ഷേത്രം വന്നു, രാമക്ഷേത്രം സാക്ഷാത്കരിച്ച ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു വോട്ട് കൂടി എന്നുള്ളതാണ്. അപ്പോ VHPയിൽ മാത്രം അതിന്റെ അക്കൗണ്ടബിലിറ്റി ഒതുങ്ങോ? ഇല്ല, അവിടെയാണ് പെട്ടെന്ന് അഭിലാഷ 2-3 കാര്യങ്ങൾ ഇവിടെ നോക്കേണ്ടത്. പ്രധാനമന്ത്രി എവിടെ ക്ഷേത്രത്തിന്റെ പരിപാടിക്ക് പോകുന്നത് സന്തോഷകരമാണ്. അതായത് പണ്ടത്തെ നെഹ്റുവിയൻ സെക്യുലറിസ്റ്റ് പൊസിഷനിൽ നിന്നുകൊണ്ട് ഇന്ത്യയെ നിയന്ത്രിക്കാനോ ഇന്ത്യയെ ചലനാത്മകമാക്കാനോ പറ്റില്ല. വാനര സേന എന്ന മങ്കി ബ്രിഗേഡ്, 60,000 കുട്ടികളുടെ ബ്രിഗേഡ് സ്വാതന്ത്ര്യ സമര കാലത്ത് ഉണ്ടാക്കിയത് ആരാണ്? സാക്ഷാൽ ഇന്ദിരാഗാന്ധിയാണ്. വാനരസേന എന്നുള്ളത് ഉണ്ടാക്കിയത്. അന്ന് ശരിക്കും കോൺഗ്രസ് ആയിരുന്നു ഇന്ത്യയിലെ ഹിന്ദു പാർട്ടി. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഈ ഗാന്ധിയൻ സെക്യുലറിസം വിട്ട് നെഹ്റുവിയൻ സെക്യുലറിസം പിടിക്കുമ്പോഴാണ് പ്രശ്നം. നേരത്തെ ഇപ്പൊ അഭിലാഷ് പറഞ്ഞു എനിക്കത് നിഷേധിക്കാൻ കഴിയില്ല എന്ന്. സന്തോഷത്തോടെ പറയേണ്ടേ അരുൺ ഗോവിലിനെ കൊണ്ടുവന്നത്, ഞാൻ ആലങ്കാരികമായി പറയാണ്, അരുൺ ഗോവിലിനെ കൊണ്ടുവന്നത് സാക്ഷാൽ രാജീവ് ഗാന്ധിയാണ്. നമ്മുടെ വിവേകാനന്ദന്റെ ജന്മദിനത്തിൽ നാഷണൽ യൂത്ത് ഡേ പ്രഖ്യാപിച്ചത് രാജീവ് ഗാന്ധിയാണ്. പ്രിയങ്ക ഗാന്ധി ഒരിക്കൽ പറയുകയുണ്ടായി, എന്റെ അച്ഛനായ രാജീവ് ഗാന്ധിയാണ് ശിലാന്യാസത്തിന് വേണ്ടി തുറന്നു കൊടുത്തത്. ശ്രീരാമനെ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആയിട്ട് എടുത്ത് ശ്രീ ശ്യാമപ്രസാദ് പറഞ്ഞ കറക്റ്റാണ്. ഒരു ദളിത് സഹോദരനെ കൊണ്ടാണ് അവിടെ ആദ്യം കല്ലിടിക്കുന്നത്. ഒരു ഹിന്ദു ഐക്യം നമുക്ക് വേണം, പക്ഷെ മുസ്ലിം വിരോധമേ ഉള്ളൂ. അതാണ് ഇതിന്റെ പോയിന്റ്. ഹിന്ദു ഐക്യം എന്ന ഗാന്ധിയൻ ആശയം, ശരിക്കും മഹാത്മാഗാന്ധിയാണ് ഹിന്ദു ഐക്യം എന്ന ഈ ആശയം മുമ്പോട്ട് വെക്കുന്നത്. പൂന പാക്ടിലാണ് ഗാന്ധിജി പറയുന്നത്, ഞാൻ മരിച്ചാലും ഹിന്ദുക്കളെ വിഭജിക്കാൻ അനുവദിക്കില്ല. അതല്ലല്ലോ വിഷയം. ഹിന്ദു ഐക്യമൊക്കെ അവിടെ നിൽക്കട്ടെ, ഹിന്ദുക്കൾ കൊടുത്ത പണവും സ്വർണവും ഒക്കെ അടിച്ചോണ്ട് പോയത് ആരാണെന്നുള്ളതാണല്ലോ ഇവിടുത്തെ വിഷയം. അത് തീർച്ചയായും പ്രശ്നമാണ്. അതൊരു വലിയ ഇഷ്യൂ തന്നെയാണ്. ഇന്നല്ല, അവിടെ ഒരു വരി കൂടി, പലപ്പോഴും നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർക്കും ഇടതുപക്ഷക്കാരും അവരാണ് ഈ കോൺഗ്രസിനെ വഴിതെറ്റിക്കുന്നത്. അതായത് ഹിന്ദു ഐക്യം എന്നുള്ളത് മഹാത്മാഗാന്ധിയുടെ ആശയമാണ്. ആ ആശയത്തെ മുന്നോട്ട് കൊണ്ടുപോകാണ് കോൺഗ്രസ്. അതിനോട് എതിർത്താണ് ജിന്നയുടെ മുസ്ലിം ലീഗ് ഉണ്ടായത്. മഹാത്മാഗാന്ധി അടിസ്ഥാനപരമായ ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആയിരുന്നു. ഇന്നും മോദിജി നോക്കിയാൽ എല്ലാ പ്രസംഗത്തിലും അദ്ദേഹം ഗാന്ധിജി എന്ന ലൈൻ ക്രോസ് ചെയ്യില്ല. ഒരു 5 ദിവസം മുമ്പുള്ള റിപ്പബ്ലിക്കിന്റെ പരിപാടി കൂടെ മോദിജി പറയുണ്ടായി, ഗാന്ധിജിയുടെ കോൺഗ്രസ് എന്നും ഇന്ത്യ ഫസ്റ്റ് ആണ് പറഞ്ഞിരുന്നത്. ആ ഗാന്ധിയൻ സെക്യുലറിസം എന്ന ആശയം കോൺഗ്രസ്സുകാർ മറക്കുകയും വിശ്വാസവും ദൈവവും ഒന്നും വേണ്ടാന്ന് ചിന്ത വരികയും ചെയ്യും. ഇന്നും ഒരു പൊളിറ്റിക്കൽ പ്രൊജക്ട് ആയിക്കോട്ടെ, പക്ഷെ മറുഭാഗത്ത് മുസ്ലിം വേണ്ട,
രാമനെയും റഹീമിനെയും റോട്ടിയും ഒരുമിപ്പിക്കാൻ ആർക്ക് കഴിയുന്നോ അവർ ഇന്ത്യ ഭരിക്കും. രാമൻ, റഹീം, റോട്ടി, ഇത് മൂന്നും വേണം. ശരി, ഇടവേളയ്ക്ക് ശേഷം അനൂപിന്റെ മറുപടി. ചെറിയ ചർച്ച അവസാന മിനിറ്റുകളാണ്. ശ്രീ അനൂപ്, ഇവിടെ ഉന്നയിക്കപ്പെട്ട വാദങ്ങൾക്ക് കോൺഗ്രസിന്റെ പക്ഷത്ത് നിന്ന് മറുപടി പറയാം. കൊള്ള എന്നുള്ളത് കഴിഞ്ഞ് ഗാന്ധിജിയുടെ സെക്യുലറിസവും നെഹ്റുവിന്റെ സെക്യുലറിസവും രണ്ടായിരുന്നു. ഇതിലെ ഹിന്ദു എലമെന്റ്സ് പോയപ്പോഴാണ് കോൺഗ്രസ് ശോഷിച്ചത് എന്നുള്ളതാണ്. ഗാന്ധി ഹിന്ദു ആണ്, ഒരു പ്രാക്ടീസിങ് ഹിന്ദു ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമുള്ളത്? പക്ഷെ ഗാന്ധിയിൽ നിന്ന് മോദിയിലേക്ക് എത്തുമ്പോൾ എന്താ വ്യത്യാസം എന്നറിയോ? ഗാന്ധി ഹിന്ദു മതത്തിനകത്ത് ആന്തരിക വൈരുദ്ധ്യങ്ങൾ പരിഹരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളാണ്. അതിനകത്ത് വിയോജിപ്പുള്ള ആളുകളുണ്ട്. ഹിന്ദു മതത്തിന് ടൂളാക്കണോ സാമൂഹ്യ പരിഷ്കരണത്തിന് ചോദിച്ച ആളുകൾ കോൺഗ്രസിനകത്ത് തന്നെയുണ്ട്. പക്ഷെ ആ വിയോജിപ്പുകളൊക്കെ നിൽക്കുമ്പോൾ തന്നെ ഗാന്ധി ഒരു മുസ്ലിം വിദ്വേഷം പ്രസംഗിച്ചുകൊണ്ട് അവിടെ ഹിന്ദു ഐക്യം സാധ്യമാക്കിയ ആളല്ലെന്നേ. ഗാന്ധി മുസ്ലിം അപരവൽക്കരണത്തിലൂടെ ഇവിടെ രാജ്യത്ത് ഹിന്ദു ഐക്യം കൊണ്ടുവരണം എന്ന് പറഞ്ഞ ആളല്ല. ഗാന്ധിക്ക് അപ്പുറത്തൊരു മുസ്ലിം ശത്രുവിനെ ചൂണ്ടിക്കാണിച്ചിട്ടില്ല. മോഡിയുടെ ഹിന്ദുത്വം എന്ന് പറയുന്നത്, RSSന്റെ ഹിന്ദുത്വം എന്ന് പറയുന്നത് മുസ്ലിമിനെ ശത്രുസ്ഥാനത്ത് നിർത്തി മുസ്ലിം വിദ്വേഷം, മുസ്ലിം വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നാണെന്നേ. അതിനകത്ത് ഒരു നീണ്ട ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാ. പക്ഷെ സമയപരിമിതി മൂലം ഗാന്ധിയുടെ ഹിന്ദുത്വത്തിന്റെ ലെഗസിയും മോദിയും തമ്മിൽ ഒരു താരതമ്യം പോലും അർഹിക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, എന്തായാലും നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയവുമായി. ഗാന്ധിയുടെ രാമനും രാഷ്ട്രീയ രാമനും രണ്ടും രണ്ടാണ്. എന്തായാലും ഈ ചർച്ചയിൽ നിന്ന് വ്യക്തമാക്കപ്പെടുന്ന ഒരു കാര്യം, എത്ര മൂടി വെച്ചാലും കൊള്ള എന്നുള്ളത് പുറത്തു വന്നിട്ടുണ്ട്. ആ കൊള്ളയിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ അവരൊക്കെ ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. വളരെ നന്ദി 4 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.